പഴയ കാര്യങ്ങൾ റെക്കോർഡിംഗ് ഓക്കെയാണ് സർ. ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പായിട്ട് കഴിഞ്ഞ 2 ദിവസം പഠിപ്പിച്ചതിന്റെ ഒരു സമ്മറൈസ് പറയാം. ഒന്ന്, വിൽ സ്മിത്ത് എന്നൊരു അമേരിക്കൻ ആർട്ടിസ്റ്റ്, അദ്ദേഹം എഴുതിയ ഒരു ഫേമസ് പുസ്തകമാണ് വിൽ എന്നുള്ളത്. അത് ഭയങ്കര വലിയൊരു മോട്ടിവേഷൻ ഗ്രന്ഥമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ദി യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദി ലോ ഓഫ് മാജിക് നോട്ട് ലോജിക്. യൂണിവേഴ്സ് മൊത്തം വർക്ക് ചെയ്യുന്നത് നമ്മളൊക്കെ വിചാരിക്കും ലോജിക്കാണെന്ന്, പക്ഷെ അല്ല, പലപ്പോഴും മാജിക്കിലാണ്, അത്ഭുതങ്ങളിലാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെ ഒരു ലോജിക്കും ഇല്ല. അതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ഞാൻ പഠിപ്പിച്ചു. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും സമാനമായ ചിന്തകളെയും വിശ്വാസങ്ങളെയും നമ്മളിലേക്ക് ആകർഷിക്കുന്നു. അതാണ് രണ്ടാമത് പ്രധാനമായിട്ട് പറഞ്ഞത്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും, അവിടെയാണ് പ്രധാനം. ചിന്തകളും വിശ്വാസങ്ങളും സമാനമായ അനുഭവങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കുന്നു. അപ്പൊ അവിടെ വിശ്വാസം വേണം. വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു. ഇത് വരണമെങ്കിൽ നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നറിയണം. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അറിയണം, നമ്മൾ എങ്ങോട്ട് പോകണമെന്നറിയണം. അതിന് വേണ്ടുന്ന ടൂൾസ് വേണം. അപ്പൊ നമ്മൾ എവിടെയാണ്, പ്രസന്റ് പൊസിഷൻ അറിയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ എത്തണമെന്ന് അറിയണം. ആ എത്താൻ വേണ്ടിയുള്ള ടൂൾസുകൾ വേണം. അപ്പൊ അതിനു മുമ്പായിട്ട് നാം എവിടെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ സെൽഫ് അവയർനെസ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു എക്സർസൈസ് പറഞ്ഞിരുന്നു. അത് ക്ലാസ്സിൽ വിശാലമായി പഠിപ്പിച്ചു. നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു, നമ്മുടെ പാഷൻ എങ്ങനെയാണ് തിരിച്ചറിയാം. അതൊരു വലിയൊരു എക്സർസൈസ് പറഞ്ഞിരുന്നു. അത് അറിയാത്തവരെ ആദ്യത്തെ എൻ്റെ വീഡിയോ ഞാൻ മുഴുവൻ ഇട്ടിട്ടുണ്ട്. നാളെ കൂടെ വരുമ്പോഴത്തേക്ക് മുഴുവൻ വീഡിയോയും ഒരുമിച്ചിടാം. അപ്പൊ നിങ്ങൾക്ക് ഓരോ വീഡിയോ ആയിട്ട് ഇതുവരെയുള്ള 7 വീഡിയോയും ഇടാം. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കുക. അപ്പൊ അതിനകത്ത് കാണും. എന്നാലും ഞാൻ ഇതിനെ തുറച്ചു കിട്ടാൻ വേണ്ടി 5 മിനിറ്റ് പറയാനുള്ളൂ. അപ്പൊ അത് നോക്കുക. നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തവർ വീണ്ടും വീണ്ടും അത് റെഫർ ചെയ്യും. നേരത്തെ ഇട്ടിട്ടുണ്ട്, ഞാൻ 1-ാം ദിവസം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളെ നോക്കുക. അപ്പൊ ഇനി ഒരിക്കൽ കൂടി ആ വീഡിയോ ഇടാം. അപ്പം നമ്മൾ സ്വയം അസസ് ചെയ്യാൻ, നാം ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നറിയാതെ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് പറയാൻ നോക്കണ്ട. അപ്പൊ നമ്മുടെ പാഷൻ അറിയണം, എവിടെ നിൽക്കണമെന്ന് അറിയണം. അപ്പൊ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ സ്കില്ല്, അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്താണ് മെന്ററിങ് എന്ന് നിങ്ങളോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് പിന്നെ സ്കില്ല് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവർ സെൽഫ് അവയർനെസ് എങ്ങനെ, അതും നിങ്ങളുടെ പാഷനും ഒക്കെ എങ്ങനെ അറിയാം, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പഠിപ്പിച്ചു. ഞാനിത് പറയുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ ഓർക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഇത് പറഞ്ഞു, നിങ്ങൾക്കൊരു എക്സർസൈസ് തന്നു. അത് നിങ്ങൾ ചെയ്തു. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറഞ്ഞു. സ്കിൽ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. നമ്മുടെ വീക്ക്നെസ് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. ആ വീക്ക്നെസ്സും നിങ്ങളുടെ സ്കില്ലും നടത്താൻ വേണ്ടി ഞാനൊരു എക്സർസൈസ് തന്നിരുന്നു. അത് സ്പോട്ട് നമ്മളെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു എക്സർസൈസ് തന്നിരുന്നു. ഒരു കാര്യങ്ങൾ പഠിപ്പിക്കുക. അത് നിങ്ങൾക്ക് കൃത്യമായി പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അത് പ്രധാനപ്പെട്ടാണ്. അതുകൂടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവാത്ത പലരും ഉണ്ട്. അത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് വ്യക്തമായി പറയാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴേ നാം ആരാണെന്ന് നമുക്കറിയണ്ടേ. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് നമുക്കറിയണ്ടേ. ഇത് ജോഹരി വിൻഡോ എന്ന് പറയും. ജോസഫ് എന്നും ഹാരി എന്നും 2 പേര്, 2 ആളുകളാണ്. അവർ സൈക്കോളജിസ്റ്റുകളാണ്, ഫേമസ് ഡോക്ടർമാരാണ് അമേരിക്കയിലെ. അവർ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ്. അതാണ് ജോഹരി വിൻഡോ എന്ന് പറയുന്നത്. ഈ ജോഹരി വിൻഡോ ഞാൻ കൃത്യമായിട്ട് നല്ല അവലോകനം നടത്തി പറഞ്ഞു. അതിനെക്കുറിച്ച് അന്നുള്ള ക്ലാസ്സിലുള്ള ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് എനിക്കറിയാൻ വേണ്ടിയാണ്. ജോഹരി വിൻഡോ സാർ, അന്ന് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്ക് പറയാൻ പറ്റുമോ? അന്ന് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്ക് പറയാൻ പറ്റുമോ?
നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറ. കൊള്ളാം, നല്ലതല്ലേ. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പറയൂ. ഇല്ല സാർ, റെക്കോർഡ് കണ്ടതാണ് സാറിന്റെ. ശരി, വളരെ സന്തോഷം. പറഞ്ഞോളൂ. റെക്കോർഡ് എന്തായാലും കാണുന്നുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. റെക്കോർഡ് കാണുന്നുണ്ട്, മനസ്സിലാക്കണം. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയണം, നമുക്ക് നമ്മുടെ കഴിവുകൾ തിരിച്ചറിയണം. അപ്പൊ അതൊന്ന് പറഞ്ഞോളൂ. ഇതിൽ 4 തരത്തിലുള്ള കഴിവുകളും വ്യക്തിത്വങ്ങളും ഉണ്ടെന്നാണ് സാർ പറഞ്ഞത്. അല്ല, ഓപ്പൺ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്റെ കഴിവ് എങ്ങനെ വരുന്നു, ഇപ്പൊ ദേഷ്യം വരുന്നുണ്ടോ, മറ്റുള്ള, അതായത് എന്റെ കഴിവ് അല്ലെങ്കിൽ എന്റെ വീക്ക്നെസ് എനിക്ക് അറിയില്ല, നാട്ടുകാർക്ക് അറിയാം. ഇപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുമ്പോൾ എന്റെ ദോഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാത്തത് മറ്റുള്ളവർക്ക് അറിയാം. എനിക്ക് ദോഷമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ മറ്റുള്ളവർക്ക് അറിയാം. ഇപ്പൊ ഹിഡൻ ആയിട്ട് വരുന്നതില് പാട്ട് പാടാൻ എനിക്കറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർക്ക് അറിയില്ല. അൺനോൺ ആയിട്ട് വരുന്നതില് എന്റെ കഴിവ് എനിക്കറിയില്ല, അത് മറയ്ക്കപ്പെട്ട് കിടക്കുന്ന അറിയും, മറ്റുള്ളവർക്ക് അറിയില്ല. അതായത് എനിക്ക് പാട്ട് പാടാൻ കഴിയും എന്നുള്ളത് എനിക്ക് അറിയില്ല, അതായത് ഉള്ളിലുണ്ട്, ആ ഒരു മൂളിപ്പാട്ട് പോലെ ഞാൻ പാടി നടക്കുന്നുണ്ട്, പക്ഷെ അത് പുറമേക്ക് എടുക്കാനുള്ളത് എനിക്കില്ല. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല. ആ ഒരു രീതിയിലാണ് അത് സാറ് എനിക്ക് പറഞ്ഞതായിട്ട് തോന്നിയത്. പിന്നെ എത്ര ചെയ്താലും മടുക്കാത്തത് നല്ലപോലെ ചെയ്യുക എന്നാണ് സാറ് പറഞ്ഞത് ആ ഒരു ഇതില്. പിന്നെ ഈ എൻട്രോപ്പി എന്നുള്ളതില് നമ്മുടെ ആഗ്രഹം നമുക്ക് നന്നായിട്ട് ജീവിക്കാനാണ്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നാണ് സാറ് പറയുന്നത്. അപ്പോ പിന്നെ അതിന് നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, ഡിപ്രഷൻ വരുന്നുണ്ട്, നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. തരണം ചെയ്താൽ മാത്രമേ മുന്നോട്ട് അത് പോകാനായിട്ട്. എൻട്രോപ്പി അത് വന്നില്ല. ഞാൻ ഈ ബ്ലൈൻഡ് സ്പോട്ട് വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് എൻട്രോപ്പി വരാറുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വിളിക്കാം. അപ്പൊ ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട്. അതായത് ഒരു മനുഷ്യന്റെ കഴിവുകൾ കണ്ടുപിടിക്കാനും നമ്മളെ സ്വയം അസസ് ചെയ്യാനും നമുക്ക് 4 സ്പോട്ടുകൾ ഉണ്ടെന്നാണ് ജോഹരി വിൻഡോയിലൂടെ മനഃശാസ്ത്ര ഡോക്ടർമാരായ ജോസഫും ഹാരിയും പറയുന്നു. അപ്പൊ ജോസും ഹാരിയും കൂടെ ചേർന്ന് പറയുന്നത് അതാണ്. അപ്പൊ അവർ രണ്ടുപേരുടെയും പേര് വെച്ചിട്ട് അത് ജോഹരി വിൻഡോ, ഒരാളുടെ ജോയും എടുത്തു, മറ്റേ ഹാരിയുടെ ഹാരി എടുത്തു. അപ്പൊ അങ്ങനെ ജോഹരി വിൻഡോ അവർ പറയുന്നത് നമ്മുടെ സെൽഫ് അസസ്മെന്റ് ചെയ്യാൻ വേണ്ടി, അത് നാം എന്ത് വിജയം ചെയ്യണമെങ്കിലും, നാം എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും, നാം ജീവിതത്തിലേക്ക് കുതിക്കണമെങ്കിലും നമ്മുടെ വീക്ക്നെസ് കണ്ടുപിടിക്കണം, നമ്മുടെ ശക്തി കണ്ടുപിടിക്കണം. അതാണ് ശക്തി ദൗർബല്യങ്ങൾ സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇങ്ങനെ നമ്മുടെ ശക്തി എന്താണ്, നമ്മുടെ ദൗർബല്യങ്ങൾ എന്താണ് എന്ന് നാം തിരിച്ചറിയാത്തത് കൊണ്ടാണ് നാം പരാജയപ്പെടുന്നത്. അതിന് 4 സ്പോട്ടുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അത് പേനായും പെൻസിലും എടുത്ത് തന്നെ നിങ്ങൾ പേനായും ബുക്കും എടുത്ത് തന്നെ എഴുതി പഠിക്കണം. ഒന്നാമത് ഓപ്പൺ. എനിക്കും അറിയാം, ഞാനുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നവർക്കും അറിയാം എൻ്റെ കഴിവുകൾ എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ സ്വഭാവം എന്താണ്, എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, അസൂയ ഉണ്ടോ, കുശുമ്പുണ്ടോ, അതൊക്കെ ഞാനുമായിട്ട് നിരന്തരം സഹകരിക്കുന്നവർക്കും അറിയാം, എനിക്കും അറിയാം. അതാണ് ഓപ്പൺ. അതായത് നമുക്ക് അറിയാവുന്ന കാര്യം. ഇപ്പൊ നല്ലൊരു പാട്ടുകാരൻ യേശുദാസിന് അറിയാം, അയാൾ നല്ല പാടുന്നു, നമുക്കും അറിയാം യേശുദാസ് പാടുമെന്ന്. അതുപോലെ നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാള് സ്ഥിരം പാടുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ പാടുന്നുണ്ട്, അല്ലാത്തപ്പം പാടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം, അയാൾക്കും അറിയാം അയാൾ നല്ലൊരു പാട്ടുകാരനാണെന്ന്. അയാളുടെ കൂടെ നടക്കുന്നവരും എന്നും സഹകരിക്കുന്നവർക്കും അറിയാം. അപ്പൊ നമുക്ക് അറിയാവുന്നതും നമ്മുടെ കൂടെ നടക്കുന്നവർക്ക് അറിയാവുന്നതുമായ നമ്മുടെ 10 വീക്ക്നെസ്സും 10 പോസിറ്റീവ് ആയിട്ടുള്ള കഴിവുകളും ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഒരു ബുക്കിൽ എഴുതി തന്നെ വെക്കണം, എന്നാലേ ഇത് കണ്ടുപിടിക്കാൻ ഒക്കില്ല. നിങ്ങൾ പലരും ഇത് അങ്ങോട്ട് കേട്ട് ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ പറഞ്ഞു പോയ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ല. അപ്പൊ നിങ്ങൾ എഴുതി വെക്കണം ഒരു ബുക്കിൽ. അപ്പൊ അത് ഒന്നാമത്തെ കഴിവ്. രണ്ടാമത്തെ ബ്ലൈൻഡ് സ്പോട്ടാണ്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്, അതായത് എന്റെ കഴിവ് എന്താണെന്ന് എനിക്കറിയില്ല, മറ്റുള്ളവർക്കറിയാം. അത് ഞാൻ ഉദാഹരണം പറഞ്ഞപ്പം ചിലർക്ക് പിന്നെ പാടാൻ അറിയത്തില്ല. പാടാൻ അറിയാം, പക്ഷെ അവർ പാടാത്തതുകൊണ്ട് അവർക്ക് അറിയുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീക്ക്നെസ്. ഞാൻ തന്നെ എൻ്റെ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞു. ഞാനിങ്ങനെ പിന്നെ രാവിലെ നടക്കാൻ പോകും, ഒരു 5 മണിയാകുമ്പോൾ നടക്കാൻ പോകും. അപ്പൊ നടക്കാൻ പോകുന്ന സമയത്ത് ആ സമയത്തായിരിക്കും പലരും വിളിക്കുന്നത്. പല ആൾക്കാരും 5 മണി മുതൽ 6:30 വരെ ഉള്ള സമയത്ത് പലരും വിളിക്കാറുണ്ട്. പല ആൾക്കാരും ആ സമയത്തൊക്കെ എഴുന്നേറ്റിട്ട് അവരുടെ
പ്രശ്നങ്ങൾ വിളിക്കാറ്. അപ്പൊ ഞാൻ സംസാരിച്ചിട്ട് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് പോകും. പക്ഷെ എനിക്കറിയില്ല ഞാൻ ഉറക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാന് ഒരു ദിവസം ഇങ്ങനെ സ്ഥിരം നടക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ ഒരു കാര്യം പറയുന്നതുകൊണ്ട് സാറ് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞോളൂ. സാറ് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഇച്ചിരി തൊണ്ട കൂടി ഉറക്കെയായിപ്പോയി. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന പല ആൾക്കാർക്കും സാറിന്റെ സംഭാഷണം കേൾക്കുക എന്താണ്ടൊക്കെ ഊഹിക്കും. അപ്പൊ അവര് പകുതി ഊഹിക്കും, പകുതി വേറെ വല്ലതും വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് സാറ് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ മനസ്സിലായി. ഞാൻ അന്ന് മുതൽ വളരെ ഈ ചെവിയില് ബ്ലൂടൂത്ത് ഒക്കെ വെച്ചാണ് നടക്കുന്നത്. പക്ഷെ എനിക്കതൊരു സുഖം തോന്നത്തില്ല ഈ ബ്ലൂടൂത്ത് വെച്ച്. കാരണം ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഇതൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ ബ്ലൂടൂത്ത് ഇല്ലാതാണ്. പക്ഷെ എങ്കിൽ ഞാൻ കുറച്ചുകൂടെ വളരെ മയത്തിൽ സംസാരിക്കുകയും അങ്ങനെ. അപ്പൊ എനിക്ക് തിരുത്താൻ പറ്റി. എനിക്കറിയില്ല, ഞാൻ ഈ സംസാരിക്കുമ്പോൾ ശബ്ദം കൂടുന്ന കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ആവേശം കൊണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ കൺഫേ ആക്കാൻ വേണ്ടിയോ, എന്നോട് സംസാരിക്കുന്നവർക്ക് കൺഫേ ആക്കാൻ വേണ്ടിയോ എന്റെ ശബ്ദം ഉയരും. ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ സഹതാപം വരും, ചിലപ്പം ആശ്വാസം വരും, ആശ്വസിപ്പിക്കും. ഇതൊക്കെ വരുന്നത് മറ്റുള്ളവർ കേൾക്കുന്നു, മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നു. അപ്പൊ അത് ഞാൻ നിയന്ത്രിക്കണമെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത് വേറെ ആൾ പറയുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു വീക്ക്നെസ് അത് മറ്റുള്ളവർക്ക് അറിയാം, പക്ഷെ നമുക്കറിയില്ല. ഇതറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആകെപ്പാടെ തെണ്ടിപ്പോവും. കാരണം നമ്മൾ ഇങ്ങനെ അപമാനിതനായി പോവും. നമ്മുടെ പല രഹസ്യങ്ങളും പല ആൾക്കാരും കണ്ടുപിടിക്കും. അതുപോലെ ചിലര് പെട്ടെന്ന് ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് മുഖഭാവം മാറും. ചില കാര്യങ്ങൾ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ സില്ലിയായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ചിലപ്പോൾ മുഖമൊക്കെ അങ്ങോട്ട് വളിച്ച മുഖം പോലെയാവും. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ ചിലപ്പോൾ ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ വളിച്ച മുഖം പോലെ ആവുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് പെട്ടെന്ന് മുഖത്ത് ഭാവവ്യത്യാസം വരും. ഇപ്പൊ നമ്മുടെ മുഖം നോക്കി മറ്റുള്ളവർക്ക് അസസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യം നമുക്കറിയത്തില്ല. നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു, നമ്മൾ ചില സമയത്ത് വരുമ്പോൾ ആവേശം കൂടും, ചില സമയത്ത് സാഡാവും. ഇത് നമ്മളെ കൂടെ സഹകരിക്കുന്നവർക്ക് അതാണ് ബ്ലൈൻഡ് സ്പോട്ട്. അപ്പൊ ഈ ബ്ലൈൻഡ് സ്പോട്ട് കണ്ടുപിടിക്കാൻ ഒരു മാർഗവും ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ 10 സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ബന്ധുക്കളായാലും മതി. അങ്ങനെ 10 പേരെ തിരഞ്ഞെടുത്തിട്ട് ഈ 10 പേർക്ക് പറയാൻ ഒരു അസൈൻമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ മതി. ഒരു അസൈൻമെന്റ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുക, ഇല്ലെങ്കിൽ നമ്മളൊരു ഇതിനു വേണ്ടി ഒരു റിസർച്ച് നടത്തുന്നുണ്ട്, അതിന് വേണ്ടിയാന്ന് പറഞ്ഞാൽ മതി. ഇല്ല ഞാൻ എനിക്ക് എന്നെ പറ്റി മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവന്മാർ പുച്ഛിക്കും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് 10 പേരോട് പറയുക, എന്നെ പറ്റിയുള്ള ഗുണങ്ങളും 10 എഴുതുക, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും 10 എഴുതുക. എഴുതി എനിക്ക് അയക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ അവര് വാട്സാപ്പ് ഒക്കെ ആയതുകൊണ്ട് അവർ അയക്കും. അപ്പൊ അയക്കുന്ന ഒരു 10 പേര് പറഞ്ഞാൽ ചിലപ്പോൾ 8 പേരെങ്കിലും അയക്കുമായിരിക്കും. ഇല്ലെങ്കിൽ വേറെ അയക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ ആൾക്കാരുടെ സ്വഭാവം മറ്റുള്ള അസസ് ചെയ്യുമ്പോൾ ആൾക്കാർ വലിയ ഫ്രോഡാണ് പലരും. അവര് ഒരു ഭാഗം ആൾക്കാർക്ക് നമ്മളെ ദോഷം പറയാൻ മടിയായിരിക്കും. കാരണം നമ്മുടെ ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കും, നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്, അയാളുടെ ദോഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുമായിട്ടുള്ള ബന്ധം വിടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ. ചിലരങ്ങനെയുണ്ട്. ചിലർക്ക് മനസ്സിൽ അസൂയ കാണും. അവര് നമ്മുടെ നല്ല കാര്യം കുറച്ച് 1-2 നല്ല കാര്യം പറഞ്ഞിട്ട് ബാക്കിയെല്ലാം ദോഷങ്ങളായിരിക്കും പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം എങ്ങനെ ഇത് കണ്ടുപിടിക്കും? ചിലരായി കൃത്യമായിട്ട് എഴുതുകയും ചെയ്യും. അതിന് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം, നമ്മൾക്ക് കിട്ടുന്ന മറ്റുള്ളവരുടെ അസൈൻമെന്റിന്റെ സമാനമായ കാര്യം, അതായത് ഒന്നിലധികം പേര് പറഞ്ഞ ചില നമ്മുടെ പോസിറ്റീവ് വശങ്ങളും ഉണ്ടായിരിക്കും, നമ്മുടെ നെഗറ്റീവ് വശങ്ങളും ഉണ്ടായിരിക്കും. ഒരാൾ പറയാടാ നിനക്ക് ലീഡർഷിപ്പ് കപ്പാസിറ്റി, അത് അവർക്ക് ചിലപ്പം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവർക്ക്. അപ്പൊ അത് അവര് അങ്ങനെ തന്നെ അത് നമ്മളടുത്ത് പറയും. ചിലർ പറയത്തില്ല, നീ കഴിവ് കെട്ടൊരാൾ പറയും. പക്ഷെങ്കിലും ഭൂരിപക്ഷം പറയുന്നതനുസരിച്ച് നമ്മളത് മാർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. എന്റെ ഒരു ഉദാഹരണം തന്നെ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിനിപ്പോ വീണ്ടും ആവർത്തിക്കുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ കണ്ടുപിടിക്കുക. എന്റെ ദോഷം ഞാൻ പറഞ്ഞ പോലെ കഴിവുകൾ മറ്റുള്ളവരെ എങ്ങനെ അസസ് ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ സമാനമായിട്ട് നമ്മൾ 10 പേരിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ സമാനമായ കാര്യങ്ങൾ പറഞ്ഞ പോസിറ്റീവായ കാര്യങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങൾ, സമാനമായ കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ അതും ഒരു ബുക്കിന് അടുത്ത പേജിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് എഴുതി. അടുത്ത ഹിഡൻ, അത് എന്ന് പറഞ്ഞാൽ നമ്മളിൽ മാത്രമുള്ള ചില രഹസ്യങ്ങളാണ്. അത് മറ്റുള്ളവർക്ക് അറിയത്തില്ല. നമ്മുടെ കഴിവ് പോലും മറ്റുള്ളവർക്ക് അറിയത്തില്ല. കാരണം എനിക്ക് അറിയാവൂ, ഞാൻ പാട്ട് പാടാൻ എനിക്ക് കഴിവുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ എഴുതാൻ കഴിവുണ്ട്. ഞാൻ അങ്ങനെ എഴുതി മറ്റുള്ളവർ കൊടുക്കത്തില്ല. നല്ല നോവൽ എഴുതുന്ന ആളാണ് ഞാൻ, കഥകൾ എഴുതുന്ന ആളാണ്. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, സാറ് ഇപ്പൊ ഇങ്ങനെ യൂട്യൂബ്, എന്റെ സഹപ്രവർത്തകരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ ഒരു കഴിവ്, എഴുതാനൊരു കഴിവുണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ എന്ന്.
അപ്പൊ അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കറിയാം, എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട്, ഞാൻ വായിക്കുമായിരുന്നു, എഴുതാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ലേബർ ഓഫീസറായിട്ടിരുന്ന ഞാൻ എഴുത്തും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പാര വയ്ക്കും. കാരണം അവര് എവിടെയെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, ഇയാൾ എഴുത്തും കൊണ്ട് നടക്കുകയാണ്, നോവൽ എഴുതുന്നു, കഥ എഴുതുന്നു, ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നില്ല. അപ്പൊ നമുക്ക് ഓരോ പൊസിഷനിൽ വരുമ്പോൾ അവിടുത്തെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ എന്റെ കഴിവ് എനിക്കറിയാം, എപ്പോഴെങ്കിലും അത് ചെയ്യാമെന്ന് ഉള്ള ഇതുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കറിയാം നമ്മുടെ കഴിവ്, അതുപോലെ നമ്മുടെ ദോഷങ്ങൾ നമുക്കറിയാം, മറ്റുള്ളവർക്ക് അറിയില്ല ഇത്. അപ്പൊ അങ്ങനെ നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ കഴിവുകളും നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ ദോഷങ്ങളും ഉണ്ട്. അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ മറച്ചു വെച്ചിരിക്കുകയാണ് പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതും നമുക്കറിയാവുന്ന ഒരു പേപ്പറിൽ ഹിഡൻ ഏരിയ എന്ന് പറയുന്ന ബുക്കിൽ അടുത്ത ഒരു പേജിൽ എഴുതുക. അങ്ങനെ 10 എഴുതുക, നന്മയും തിന്മയും. പിന്നുള്ളതാണ് അനുഗുണവും. നമുക്കും അറിയത്തില്ല, മറ്റുള്ളവർക്കും അറിയത്തില്ല. അവിടെയാണ് ചില സമയങ്ങൾ കിടക്കുന്ന, ചില സംഭവങ്ങൾ കിടക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ അത് ഒരു പ്രകൃതിദത്തമായി ചില വരുന്നതാണ്. അത് പ്രകൃതി നമ്മളെ കൊണ്ടുവരുന്നതാണ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഞാൻ എങ്ങനെ യൂട്യൂബ് ഉണ്ടാക്കുന്നു എനിക്കറിയില്ലായിരുന്നു, യൂട്യൂബ് ഉണ്ടാക്കാനോ ഉള്ളതൊന്നും അറിയില്ല. പക്ഷെ അതൊരു പ്രകൃതിയുടെ ഒരു അവസരം ഞാൻ പറഞ്ഞില്ല. എനിക്ക് അത് ആ കഥയൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. ഞാൻ പിന്നെ വേറെ ആളുടെ ഒരു അഭിമുഖത്തിൽ ആ വീഡിയോ ഇട്ടില്ല. ഞാൻ വേറെ ഒരാൾ എന്നെ കുറിച്ച് അഭിമുഖം എടുത്തൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു യൂട്യൂബ് ചാനലിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ എങ്ങനെ ഈ രംഗത്ത് വന്നു എന്ന് പറഞ്ഞിട്ടൊരു അഭിമുഖമുണ്ട്. ആ അഭിമുഖം ഒരു 20 മിനിറ്റ് ഉണ്ട്. ഞാൻ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഒരിക്കൽ ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. ആ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്കും ഞാൻ അത് ഷെയർ ചെയ്ത് ഒരിക്കൽ കൂടി തരാം. നിങ്ങൾ നോക്കും, അപ്പം മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ നമ്മൾ മറക്കപ്പെടും. എനിക്കും അറിയത്തില്ല, പിന്നെ മറ്റുള്ളവർക്കും അറിയത്തില്ല. ആ കഴിവുകൾ പ്രകൃതി എങ്ങനെയാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്, പ്രപഞ്ചം എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കും. അങ്ങനെയാണ് ഞാൻ ഒരു യൂട്യൂബർ ആവുന്നത്. എന്റെ കഴിവെന്ന് പറയുന്നത് ഞാൻ ഒരു യൂട്യൂബർ ആവുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഞാനുമായിട്ട് സഹകരിച്ച ആർക്കും അറിയത്തില്ല, എന്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല. എനിക്കറിയാത്ത കാര്യമാണ് ഞാൻ യൂട്യൂബർ ആവും. പക്ഷെ അത് പ്രപഞ്ചം ഒരു അവസരം കൊണ്ടുവന്നു. ആ അവസരം ഞാൻ ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ ഒരു ജില്ലാ ലേബർ ഓഫീസറായി, ഞാൻ ഒരു യൂട്യൂബറായി മാറി. അപ്പൊ അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചിലത് പരാജയപ്പെടും. അങ്ങനെ ഉണ്ട്. അൺനോൺ ഏരിയയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലത് പരാജയപ്പെടും, ചിലത് വിജയിക്കും. അപ്പം പരാജയപ്പെടുന്ന കാര്യങ്ങൾ കളഞ്ഞേക്കോ, നമ്മുടെ ഏരിയയിലല്ല. നമുക്കത് പ്രകൃതി നമ്മളെ പരീക്ഷിക്കാൻ കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മള് വിജയിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുപോകും. ഈ ഇത്രയും സംഗതിയിൽ നിന്ന് എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ കോമൺ ആയിട്ട് വരുന്ന ഒരു 4-5 സംഗതി തിരഞ്ഞെടുക്കുക. ഈ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ പാഷൻ 2 കാര്യമുണ്ടാണ്. ഒന്ന്, ആ പാഷൻ ചെയ്താൽ, ആ വർക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ജോലിയാണെന്നേ തോന്നരുത്. നിങ്ങൾക്കൊരു സിനിമ കാണുന്ന എഫക്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് അതിനകത്ത് ആവേശമായിരിക്കണം. നിങ്ങൾക്ക് അതിനകത്ത് സന്തോഷമായിരിക്കണം. ആ സന്തോഷം 2 വിധത്തിൽ വരാം. ഞാൻ സ്വയം സന്തോഷിക്കാം, മറ്റുള്ളവർ സന്തോഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷം വരാം. അപ്പൊ അങ്ങനെ നമുക്ക് ആ ജോലി ചെയ്താൽ മടുക്കത്തില്ല. ആ ജോലി ചെയ്താൽ നമുക്ക് ഭയങ്കര ത്രില്ലാണ്. സിനിമ കാണുന്നത് പോലെ, നല്ലൊരു നോവൽ വായിക്കുന്ന പോലെ, നല്ലൊരു യാത്ര പോകുന്ന പോലെ, നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് സംസാരിക്കുന്ന പോലെ ത്രില്ലടിക്കുന്ന ഒരു ജോലിയാണ്, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷനാണ് അതിനകത്ത് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫഷനാണ്. പക്ഷെ ആ പ്രൊഫഷൻ ഒരു കാര്യമുണ്ട്. ആ പ്രൊഫഷൻ നിങ്ങൾക്കും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർക്കും ജീവിക്കാനുള്ള സമ്പത്ത് ലഭിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അർത്ഥമില്ല. നിങ്ങൾക്കും നിങ്ങളെ ചുറ്റിപ്പറ്റി നിങ്ങളുടെ കുടുംബം ഉണ്ടാവും. അപ്പൊ അവർക്കും ജീവിക്കാനുള്ള സമ്പത്ത് ലഭിക്കണം. അല്ല നമുക്ക് ത്രില്ലടിച്ച് ഇങ്ങനെ നടന്നാൽ മാത്രം പോരാ. ത്രില്ലടിച്ച് കുറെ ദിവസം കഴിയുമ്പോൾ ത്രില്ല് മാറി ദാരിദ്ര്യമായി. അപ്പൊ ത്രില്ലിന് മാറിയിട്ട് ദാരിദ്ര്യമൊക്കെ മാറണമെങ്കിൽ അതിനുള്ള സമ്പത്തും കൂടെ കിട്ടുന്ന ഒരു പ്രൊഫഷൻ ആണെങ്കിൽ അത് മോട്ടിവേഷൻ ട്രെയിനർ ആവാം, യൂട്യൂബർ ആകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ജോലിയാകാം, കഥ എഴുത്താകാം, സിനിമാ അഭിനയമാകാം, എന്തും ആവാം. അതാണ് നിങ്ങളുടെ പിന്നെ ഒരു പാഷൻ. അത് ഈ 4 എണ്ണത്തിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് വർക്കൗട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കാം. അല്ല വെറുതെ ഇരുന്ന് ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിട്ടേക്കാം, നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം. ഇതിനകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മൾ സംശയം തീർത്ത് പോകണം. കാരണം അതുകൊണ്ടാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ സ്പീഡിലാണ് ഇന്ന് എടുക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു സംശയം. ഹരിദാസ് സാറിന് ഇത് എന്തെങ്കിലും സംശയമുണ്ടോ? സാറ് ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടാണ്. ഹലോ, ശരി, നമുക്ക് പിന്നീട് സംസാരിക്കാം സാറ്. അപ്പൊ അത് നമുക്ക് അവിടെ അതങ്ങ് തീരുന്നു. പിന്നെ അടുത്താണ് ജോഹരി വിൻഡോ എന്ന് പറഞ്ഞ്, ജോഹരി വിൻഡോ അല്ല,
എന്താണ് ജാസ്മി പറഞ്ഞത് എന്ന്? ജാസ്മിൻ, ജാസ്മി പറയാൻ തുടങ്ങിയതാണത്. ഏതായിരുന്നു സാർ? ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളാണ് പറഞ്ഞത് വേറെ രേഷ്മയാന്ന് തോന്നുന്നു. അത് ഇങ്ങനെ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറഞ്ഞത്. ലോ ഓഫ് എൻട്രോപ്പി. ഓക്കെ താങ്ക് യു. ലോ ഓഫ് എൻട്രോപ്പി പറയാമോ സാർ? പറഞ്ഞോളൂ ഇനി പറഞ്ഞോളൂ. ലോ ഓഫ് എൻട്രോപ്പിയില് അതായത് നമ്മൾ എന്ത് തന്നെ ആയാലും അതിന് മാറ്റം വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു പാലിന്റെ പാക്കറ്റാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ ആ പാല് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് തൈരായി മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതൊരു നല്ല വീടാണെങ്കിൽ, നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വീടാണെങ്കിൽ, അത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അത് മാറാലയും പിന്നെ മാറാല വരും, മറ്റുള്ള ജന്തുക്കളും ഒക്കെ ആയിട്ട് അത് നാശമാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കൃഷിയാണെങ്കിൽ അത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നശിച്ചു പോകും. ആ ഒരു രീതിയിലേക്ക് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സായാലും. നമ്മുടെ മനസ്സില് പിന്നെ എപ്പോഴും നമ്മൾ നല്ലപോലെ ആയിരിക്കണം എന്ന് വിചാരിച്ചാൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് ദേഷ്യവും ഡിപ്രഷനും അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയും എല്ലാം വരാം. അപ്പൊ ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്, പാല് തൈരാവാതിരിക്കണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കാത്തു സൂക്ഷിക്കാം. വീട്ടില് മാറാല വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ആ മാറാല തട്ടിയിട്ട് പിന്നെയും മാറാല മാറ്റിയിട്ട് വൃത്തിയാക്കാം. കൃഷിയിൽ മാറ്റം വരുന്നുണ്ട് അല്ലെങ്കിൽ കേട് വരുന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യാം, പിന്നെ കീടനാശിനിയൊക്കെ ഉപയോഗിക്കാം. അപ്പോ നമ്മൾ അതിനെതിരെയായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അപ്പൊ പ്രകൃതിക്ക് താളപ്പിഴകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുള്ള ടെൻഡൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കാനും അതിന് കൃത്യമായി നിലനിൽക്കുന്നത് പിന്നെ ഒഴിവാക്കിയിട്ട് എന്ത് വന്നാലും നേരിടാൻ പറ്റും. ഇപ്പൊ വെള്ളപ്പൊക്കമൊക്കെ വരുന്ന പോലെ നമുക്ക് അമിത ചിന്തകൾ ഉണ്ടായ എന്ത് ചെയ്യും? നമുക്ക് അമിതമായി ഇങ്ങനെ ചിന്തിക്കുന്ന സ്വഭാവമാണ് ചിലർക്കുള്ളത്. ചിലർക്ക് ഡിപ്രഷൻ, അമിത ചിന്തകൾ, ദേഷ്യം, ഇതൊക്കെ വന്ന എന്ത് ചെയ്യും? ഇത് ലോ ഓഫ് എൻട്രോപ്പി. നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ അതായത് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് അതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ യോഗ ചെയ്യുക, മ്യൂസിക് കേട്ടുകൊണ്ട് അതിനൊരു ഇത് കൊണ്ടുവരിക. അതായത് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ സുഖകരമായ അവസ്ഥയ്ക്കെതിരെ ഒരു ഇത് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് നല്ലപോലെ മുന്നോട്ട് വരാൻ ശ്രദ്ധിക്കണം. അതായത് നമ്മള് വളരെ എല്ലാവർക്കും ആഗ്രഹം വളരെ സന്തോഷകരവും സുഖകരമായ അവസ്ഥയാണ്. എല്ലാവരും നന്മയാണ് പ്രതീക്ഷിക്കുന്നത്. പലരും പറയും, ഞാൻ ഒരു മനുഷ്യരോട് തിന്മ ചെയ്തിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, പക്ഷെ എന്നെ 4 സൈഡിൽ നിന്നും ആൾക്കാർ ചൂഷണം ചെയ്യുകയാണ്. നമുക്ക് എപ്പോഴും എനിക്ക് അനാവശ്യമായ ചിന്തയാണ്. ഈ ചിന്തകൾ കൊണ്ട് ഒന്നും നിവൃത്തിയില്ല. അനാവശ്യം ഒരു കാര്യമില്ല. എപ്പോഴും ടെൻഷൻ, എപ്പോഴും സംശയങ്ങൾ, എപ്പോഴും ഡിപ്രഷൻ. കാരണം നമുക്ക് ഇഷ്ടം നല്ല രീതിയിൽ ജീവിക്കാനാണ്. നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അതിനുള്ള സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഈ പ്രകൃതി അതിന് പലപ്പോഴും സമ്മതിക്കാതെ വരുന്നത്. ഇപ്പം തന്നെ നമ്മൾ കണ്ടു, വളരെ സന്തോഷത്തോടു കൂടി മധുവിധ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നവരാണ്, പിന്നെ ലോകമൊക്കെ കറങ്ങിയിട്ട് വന്നവര് പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടായി. അവര് സന്തോഷിക്കാനാണ് വിചാരിക്കുന്നത്, പക്ഷെ ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ ഇത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. അത് നമ്മളിലും ഉണ്ടാവും. നമ്മളുടെ ഇടയ്ക്ക് മൂഡ് ഔട്ട് ആവും, നമ്മൾക്ക് ദേഷ്യം വരും, ഡിപ്രഷൻ ഉണ്ടാവും. ആദ്യം നമ്മളിത് ഒരു ലോ ഓഫ് എൻട്രോപ്പിയാണ്. അത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്. നമ്മളിൽ മാത്രമല്ല ഇതുള്ളത്, ഈ ലോകത്തുള്ള എല്ലാവരിലും ഇതുണ്ട്. പക്ഷെ അതിനെ ചില ടെക്നിക്ക് ഉപയോഗിച്ച്, ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് നാം പ്രിവെന്റ് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മുതലാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾക്ക് ഈ ലോ ഓഫ് എൻട്രോപ്പിയിലാണ് നമുക്ക് ദേഷ്യം വരുന്നത്. അപ്പം ആ ദേഷ്യമൊക്കെ വരുന്നത് ലോ ഓഫ് എൻട്രോപ്പി. നമ്മൾ നല്ലപോലെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതി നല്ലപോലെ നടക്കുമ്പോൾ ഒരു കോപടങ്ങ് വരും. അതായത് ഒരു ശുദ്ധീകരണം, പ്രകൃതിയുടെ ഒരു ശുദ്ധീകരണമുണ്ട്.
അവർ ഈ ലോകത്തുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ നടക്കുമ്പോൾ, നല്ല സന്തോഷത്തോടെ നടക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, ചില ദുഃഖങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ദുഃഖങ്ങളെ അതിജീവിക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് കുറെ ഫോഴ്സുകൾ വേണം. ഇപ്പൊ പാല് ചീത്തയാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. പിന്നെ ഇത് മുഞ്ഞ അടിച്ചിട്ട് നമ്മുടെ കൃഷി പോകാതിരിക്കണമെങ്കിൽ അവിടെ മരുന്ന് കഴിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന സാധനങ്ങൾ ആദ്യം മനസ്സിലാക്കി അതിനകത്ത് മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ തെറാപ്പി ഉണ്ട്. തെറാപ്പി എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ തെറാപ്പി ഉണ്ട്. അപ്പൊ മെഡിറ്റേഷൻ ഉണ്ട്, മെഡിറ്റേഷൻ തെറാപ്പി ഉണ്ട്, അഫർമേഷൻ ഉണ്ട്, യോഗ ഉണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പി ഉണ്ട്, എക്സർസൈസ് ഉണ്ട്. രാവിലെ ചിലർക്ക് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തൂടെ നടക്കുമ്പോൾ നല്ല ഇത് കിട്ടും, ഒരു മ്യൂസിക് ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെ പലർക്കും പല രീതിയിലാണ് ഇതൊക്കെ ഭേദമാകുന്നത്. ഒരാൾക്ക് ഉള്ളതുപോലെ അല്ല വേറെ ആൾക്കുണ്ട്. അപ്പൊ ഈ പ്രകൃതിയിൽ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാകാറുണ്ട്. അത് പ്രകൃതിയെ ഒന്ന് കുലുക്കും. ഈ പ്രപഞ്ചം നമ്മളെ ഒന്ന് കുലുക്കും. നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ്, എന്താണ് നമുക്ക് കുഴപ്പം? ഇഷ്ടംപോലെ സ്വത്തുണ്ട്, മക്കളുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നത്. ഈ പ്രശ്നം ഉണ്ടാകുന്നത് പ്രകൃതി ഒന്ന് കുലുക്കുകയാണ്, നമ്മുടെ പവർ മനസ്സിലാക്കുകയാണ്. നമ്മൾ അതിനെ അതിജീവിക്കാൻ ഈ അതിജീവന തിയറി ഉണ്ട്. നമ്മൾ അതിജീവിക്കണം. അതിജീവിച്ചാലേ നമുക്ക് ഏത് പ്രശ്നങ്ങളിലും അതിജീവിക്കണം. അപ്പോഴേ നമുക്ക് പവർ ഉണ്ട്. അതിജീവനമാണ് ഈ പ്രകൃതിയുടെ തന്നെ പ്രതിഭാസം. അപ്പൊ റൈറ്റ് പേഴ്സൺ റൈറ്റ് തിങ് അതിജീവിക്കുന്നതാണ്. അപ്പൊ കറക്റ്റ് ആണെങ്കിൽ അപ്പൊ അതിനെ നമ്മൾ പഠിക്കണം. ഈ സംഗതി ഉൾക്കൊള്ളണം, ആദ്യം ഉൾക്കൊള്ളണം, പഠിക്കണം, എന്നിട്ട് മനസ്സിലാക്കാം. അതിനൊരു ചെറിയൊരു കഥ പറയുന്നത്. ആ കഥ എന്ന് പറയുന്നത് നമ്മൾ നടന്ന കഥയാണ്. നമ്മുടെ പിന്നെ പേരെന്തുവാണ്, നമ്മുടെ സൂര്യയുടെ ഒരു ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ആ ബോധിധർമ്മന്റെ ഒരു കഥയുണ്ട്. ബോധിധർമ്മൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ആരെങ്കിലും കേട്ടോ? പണ്ട് നമുക്കൊക്കെ അറിയാവുന്ന സൂര്യയുടെ ബോധിധർമ്മനെയാണ് നമുക്കൊക്കെ അറിയുന്നത്. സൂര്യ പിന്നെ ഏഴാം അറിവിൽ ഉള്ള ഒരു ബോധിധർമ്മം. അല്ല, ആർക്കെങ്കിലും ബോധിധർമ്മനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരുണ്ടെന്ന് പറയുക. എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. സാർ, ഈ ബോധിധർമ്മൻ എന്നുള്ള പേര് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആ ഒരു ഓർമ്മ വരുന്നില്ല. പറഞ്ഞു തുടങ്ങുമ്പോ ചിലപ്പം കണക്ട് ആവുമായിരിക്കും. ആർക്കെങ്കിലും അറിയാമോ ബോധിധർമ്മൻ? സാറേ, പുള്ളി ഒരു തമിഴ്നാട്ടുകാരനാണ്. അതായത് നമ്മള് പിന്നെ ഇന്ത്യക്കാരനാണ്, തമിഴ്നാട്ടുകാരനാണ്, പല്ലവ രാജകുമാരൻ. അപ്പൊ ഈ ബോധിധർമ്മൻ നമ്മൾ അറിയുന്നത് തന്നെ ഏഴാം അറിവ് എന്നുള്ള പിന്നെ തമിഴ് പടം ഇറങ്ങി സൂര്യ അതിനകത്ത് അഭിനയിച്ചപ്പോഴാണ്. അത് കാണാത്തൊരു ചുരുക്കമായിരിക്കും ഏഴാം അറിവ്, അയാളുടെ ഒരു പവർ. ഈ ബോധിധർമ്മൻ എന്ന് പറഞ്ഞാൽ പല്ലവ രാജകുമാരനായിരുന്നു, തമിഴ്നാട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിന് ചെറുപ്പത്തില് ഒരു സന്യാസിനി വന്നു. അവര് പിന്നെ പ്രജനധാര എന്ന് പറഞ്ഞ അവര് ഇത് സ്ത്രീയാണെന്നും പുരുഷനാണെന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രജനധാര എന്ന ഒരു സന്യാസിനി വരികയും ആ കൊട്ടാരത്തിൽ ഒരു ഗുരുവായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഗുരു എന്ന് പറഞ്ഞ പ്രജനധാര പിന്നെ ഒരു ബുദ്ധ സന്യാസിനിയായിരുന്നു. അപ്പൊ ആ ബുദ്ധ സന്യാസിനിയായ അവരിങ്ങനെ പഠിപ്പിച്ച് അവരുടെ സ്വാധീനത്തിൽപ്പെട്ട് അവര് പറഞ്ഞു, നിനക്കൊരു വലിയ ഇതുണ്ട്, നീ ഇങ്ങനെ ഒരു രാജകുമാരനായിട്ട് ഇരിക്കേണ്ട ആളല്ല, നിനക്ക് ഒരുപാട് ദൗത്യമുണ്ട്, അങ്ങനെ ആ ദൗത്യം നീ പൂർത്തീകരിക്കണം എന്ന് പറയുകയും ആ രാജാവിന്റെ അനുവാദത്തോടു കൂടി രാജാവിനോട് പറഞ്ഞു മനസ്സിലാക്കി. രാജാവ് ആദ്യം സമ്മതിച്ചില്ല. അവസാനം രാജാവിന്റെ അനുവാദത്തോടു കൂടി ഇയാളൊരു ബുദ്ധ ഭിക്ഷുവായിട്ട് ഇയാളാണ് സെൻ ഉണ്ടാക്കി. ബോധിധർമ്മൻ ഉണ്ടാക്കിയ ഒരു ബുദ്ധ മതത്തിലെ ഒരു രീതിയാണ്, ഒരു ശാഖയാണ് സെൻ ബുദ്ധിസം എന്ന് പറയുന്നത്. അപ്പൊ ബോധിധർമ്മൻ അങ്ങനെ സന്യാസിയായിട്ട് ഇങ്ങനെ അലഞ്ഞ് ചൈനയിലെത്തി. അങ്ങനെ ചൈനയിലെത്തിയ ബോധിധർമ്മൻ അവിടെ രാജാവിനെ കാണുകയും രാജാവ് അവിടെ ഒരു വലിയൊരു ആശ്രമം, ഒരു കുന്നിന്റെ മുകളിൽ ഒരു ആശ്രമം കെട്ടാനുള്ള ഒരു അവസരവും കൊടുത്തു. അപ്പൊ അവസരവും കൊടുത്ത് അങ്ങനെ അദ്ദേഹം അവിടെ ബുദ്ധമതമൊക്കെ പ്രചരിപ്പിച്ച്, ബുദ്ധമതം ചൈനയിൽ പ്രചരിപ്പിച്ചത് ഈ ബോധിധർമ്മനാണ്. അപ്പൊ ബോധിധർമ്മൻ അവിടെ ഈ ആശ്രമത്തിൽ ഇങ്ങനെ ഭയങ്കര അത്ഭുതങ്ങളും ഒക്കെ കാണിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം ഈ മഹാരാജന് വലിയ പ്രശ്നം. ആവശ്യമില്ലാതെ ചിന്തകളാണ് മഹാരാജാവിന് വരുന്നത്. ഒന്ന് ഭയം, ശത്രു രാജ്യങ്ങൾ ആക്രമിക്കുമോ ഭയം, കൂടെ ഉള്ളവൻ പാര വയ്ക്കുമോ,
എപ്പോഴായാലും ഉറക്കമില്ല. രാത്രി ഞെട്ടി ഉണരുകയാണ്. ഞെട്ടി ഉണർന്നിട്ട് ചുറ്റും നോക്കും, ആരെങ്കിലുമൊക്കെ രഹസ്യമായിട്ട് നുഴഞ്ഞു കയറി എന്നെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ടോ. സൈന്യാധിപനെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ സംശയവും ഭയവും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രാജഭരണം ആകെ തയ്യാറായി. ഈ രാജാവിന് എന്തോ വട്ടാണോ എന്നൊക്കെ. രാജാവിന് രാത്രി ഉറക്കമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ ഒരു ബോധിധർമ്മൻ ഉണ്ടല്ലോ, അദ്ദേഹം വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നുവെന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം ഞാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആളുമാണല്ലോ. അപ്പൊ അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ബോധിധർമ്മനെ പോയി ആശ്രമത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് രാജാവിന്റെ സന്നിധിയിലെത്തി. ഇപ്പൊ രാജാവിന്റെ സന്നിധിയിലെത്തി രാജാവ് ബാക്കിയുള്ളവരോടൊക്കെ പുറത്തു പോകാൻ പറഞ്ഞു. എന്നിട്ട് ഈ ബോധിധർമ്മനോട് രാജാവ് പറഞ്ഞു, എനിക്ക് രാത്രി ഉറക്കമില്ല, ഉറക്കം വരുന്നില്ല, ആകെ ടെൻഷൻ, ആകെ ഭയം, ആകെ സംശയം. എന്നെ ആരൊക്കെയോ ആക്രമിക്കാൻ വരുന്നു, ശത്രുരാജ്യം ആക്രമിക്കാൻ വരുന്നു എന്ന് ഒരു ദിവസം ഭയം, അടുത്ത ദിവസം സൈന്യാധിപൻ അട്ടിമറിച്ച് അധികാരം കൈയടക്കാൻ പോകുന്നു എന്ന് ഭയം, എന്റെ ഭാര്യയും വേറെ ആരെങ്കിലും കൂടി ഗൂഢാലോചന നടത്തി എന്നെ വധിക്കാൻ, രാത്രി വധിക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്നൊരു ഭയം. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങുമ്പോൾ ഞെട്ടി ഉണരുന്നു. ഇങ്ങനെ ആകെപ്പാടെ ഭയവും കാണുന്നവരെല്ലാം സംശയമാണ്. എനിക്ക് ആകെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, മനസ്സാകെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഇത്രയൊക്കെ അധികാരമുണ്ട്. ഞാൻ ചൈനയിലെ ഒരുപാട് പ്രവിശ്യകൾ എന്റെ കീഴിലാണ്. പക്ഷെ ഞാന് സ്വസ്ഥത, എന്റെ മനസ്വസ്ഥത, അതാണ് എന്റെ ഇപ്പോഴത്തെ പ്രശ്നം. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം ബോധിധർമ്മൻ ചിന്തിച്ചിട്ട് പറഞ്ഞു, ശരി, നിനക്ക് മനസ്വസ്ഥതയല്ലേ പ്രശ്നം. അപ്പം അത് തന്നെ, മനസ്വസ്ഥതയാണ് എന്റെ പ്രശ്നം. ഒരു കാര്യം ചെയ്യും, ഇന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഈ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത തിങ്കളാഴ്ച ദിവസം നീ രാവിലെ 4 മണിയാവുമ്പോൾ നേരെ എന്റെ ആശ്രമത്തിൽ വരണം. കുന്നിന്റെ മുകളിലുള്ള, വേറെ ഒറ്റയ്ക്കേ വരാവൂ. വരുമ്പോൾ കൂടെ നിന്റെ അസ്വസ്ഥമായ മനസ്സിനെയും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞ, നീ ഒറ്റയ്ക്ക് വരണം 4 മണിയാവുമ്പോ. വരുമ്പോൾ നിന്റെ അസ്വസ്ഥമായ മനസ്സിനെയും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ മനസ്സിനാണല്ലോ കുഴപ്പം, അതിനെ നമുക്കങ്ങ് ശരിയായി കളയാം, അതിനെയും കൂടെ കൊണ്ടുവരണം. അങ്ങനെ പിന്നെ ബോധധർമ്മങ്ങൾ. അപ്പൊ ഈ സന്യാസിമാരോട് തർക്കിച്ചൊരു കാര്യമില്ല, നമുക്കാണ് അതിന്റെ പ്രശ്നം മാറുന്നത്. അതുകൊണ്ട് മഹാരാജാവ് 3 ദിവസം വരെ കാത്തിരുന്നു. നേരെ രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ആശ്രമത്തിലേക്ക് ആ കുന്നും കയറി പോയി. ഇപ്പൊ അവിടെ പോയപ്പോൾ ബോധധർമ്മം ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ണടച്ച് ധ്യാനത്തിനായിട്ടിരിക്കുകയാണ്. അപ്പൊ തൊഴുത് ഇരുന്നു. രാജാവ് തൊഴുത് അവിടെ ഇരുന്നു. കാരണം രാജാവാണെങ്കിലും അദ്ദേഹം സന്യാസിയും ഗുരുവും പ്രസിദ്ധനാണല്ലോ. ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ശരി, നിനക്ക് അപ്പൊ എന്നിട്ട് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു രാജാവ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇപ്പൊ മനസ്വസ്ഥത ഉണ്ടോ? അതുകൊണ്ട് പിന്നെ ബോധിധർമ്മ, എനിക്ക് ഇപ്പോഴും മനസ്വസ്ഥയില്ല. അപ്പൊ ആ സ്വസ്ഥത ഇല്ലാത്ത മനസ്സിനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതെങ്ങനെ കൊണ്ടുവരാൻ വെക്കും? ഞാൻ വരുമ്പോ എന്റെ കൂടെയല്ലേ മനസ്സ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഉള്ളിടത്താണ് മനസ്സുള്ളത്, അല്ലേ? നീ ഇല്ലെങ്കിൽ മനസ്സില്ലല്ലോ. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യും, നീ അപ്പുറത്ത്, മഹാരാജാവ് അപ്പുറത്ത് പോയി ഇരിക്കുക. ഈ ആശ്രമത്തിലെ അടുത്ത മുറിയിൽ പോയിരുന്നിട്ട് കണ്ണടച്ചിരുന്നിട്ട് നിന്റെ ചിന്തകളെ, കണ്ണടച്ചിരുന്നിട്ട് നിന്റെ ചിന്തകളെ നിരീക്ഷിക്കുക. അത് മനസ്സിൽ എവിടെയാണ് കയറി വരുന്നതെന്ന് നിരീക്ഷിക്കും. അങ്ങനെ ഒന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞു. നിന്റെ ചിന്തകൾ, അത് ഒരു ചിന്തയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നിനക്ക് വരുന്ന ഭയവും ചിന്തകളെയും ഇങ്ങനെ നിരീക്ഷിച്ച് ഇങ്ങനെ വിടണമെന്ന് പറഞ്ഞു. അത് മനസ്സിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. അയാൾ അപ്പുറത്ത് പോയിരുന്നു, ആദ്യം തുടങ്ങി. എന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ബോധിധർമ്മൻ രാജാവിനെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, എന്താ പറയുന്നു, മനസ്സ് കണ്ടുപിടിച്ചോ? ഒരു കാര്യമേ ഇല്ല, മനസ്സെന്നൊരു കാര്യം ഞാൻ ഇങ്ങനെ നോക്കി, എവിടാണിത്? ചില സമയത്ത് എന്റെ നെറ്റിയിൽ കാണും, ചിലപ്പോൾ നെഞ്ചിലാണെന്ന് തോന്നുന്നു, ചില സമയത്ത് ചെവിയിലാണെന്ന് തോന്നുന്നു, ചില സമയത്ത് കഴുത്തിലാണെന്ന് തോന്നുന്നു, ചില സമയത്ത് തലയ്ക്കുള്ളിലാണെന്ന് തോന്നുന്നു. അപ്പൊ മനസ്സിലായല്ലോ, പിന്നെ നിനക്ക് മനസ്സെന്നുള്ളത് ഒരു വെറും ശക്തിവിശേഷം മാത്രമാണ്. ശരീരത്തില് മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ശക്തിവിശേഷങ്ങൾ. ശരീരവുമായിട്ട് ബന്ധമുണ്ട്. ഈ ശരീരവുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഈ മനസ്സ് വീക്കാവുന്നത്. അപ്പൊ ശരീരം വീക്കാവുമ്പോൾ മനസ്സും വീക്കാവും. അപ്പൊ അതിന് നീ രാവിലെ കുറച്ച് എക്സസൈസ് ചെയ്യണം. ഇത് നടക്കണം, ഇല്ലെങ്കിൽ വ്യായാമം ചെയ്യണം, ഇല്ലെങ്കിൽ യോഗ ചെയ്യണം. ഇങ്ങനെ ശരീരം ഒന്ന് വേർത്ത് ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ
അതനുസരിച്ച് നിന്റെ മൈൻഡും കൂടെ സ്ട്രോങ് ആവും. കാരണം മൈൻഡ് എന്നൊരു സാധനം ഇല്ല, അത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നിന്റെ ഹൃദയത്തിലാണോ, നെഞ്ചിലാണോ, മൂക്കിലാണോ, കെവിയിലാണോ, നിങ്ങൾക്ക് പലയിടത്തായിട്ട് തോന്നും. അപ്പൊ അത് നമ്മുടെ ശരീരം മൊത്തം വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ട് നീ ശരീരം, ബോഡി ഒന്ന് ക്ലിയർ ആക്കുമ്പോൾ നിന്റെ ശരീരം, മനസ്സ് ഒരു പരിധി വരെ ആവും. ഇനി അടുത്തൊരു സ്റ്റെപ്പ്, എന്നിട്ട് നീ രാവിലെ എക്സർസൈസ് ഒക്കെ ചെയ്ത് അതിനുശേഷം ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് നിന്റെ ചിന്തകളെ കടത്തി വിടും. ഓരോ ചിന്തകൾ വരുമ്പോഴും ആ ചിന്തയിൽ ഉറച്ചു നിൽക്കാതെ അടുത്ത ചിന്തയിൽ, കാരണം നിനക്ക് എങ്ങനെയാണ് പറയുന്നത്, ഒരു 100 ഘട്ടം ചിന്ത വരുമല്ലോ, അതിങ്ങനെ നോക്കി വിടാൻ പറയും. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് 21 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയും. ഇങ്ങനെ രാജാവ് പോയി രാവിലെ എഴുന്നേറ്റു, കുളിച്ച് രാവിലെ പ്രഭാതത്തിൽ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് 2 ഓട്ടോ ഒക്കെ ഓടി 2 എക്സർസൈസ് ഒക്കെ ചെയ്ത് അതൊക്കെ അറിയാവുന്ന പോലെയൊക്കെ ചെയ്ത് രാജാവ് അവിടെ ഇരുന്നിട്ട് ധ്യാനത്തിലിരുന്നിട്ട് ഇങ്ങനെ ചിന്തകളെ നോക്കും. അങ്ങനെ ചിന്തകളെ ഇങ്ങനെ 21 ദിവസം ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ചിന്ത വരാറായി ഇല്ല. ഒരു ദിവസം കഴിയുമ്പോൾ ചിന്തയില്ല, നമുക്ക് ചിന്തയില്ല. അപ്പൊ മനസ്സ് ശൂന്യമായി. ആ ശൂന്യമായ മനസ്സിൽ നമുക്ക് അറിവുകൾ നിറയ്ക്കണം, ജ്ഞാനങ്ങൾ നിറയ്ക്കണം, കുറെ നല്ല പ്രവൃത്തികൾ ചെയ്യണം, ധർമ്മം ചെയ്യണം. അപ്പോൾ നിന്റെ മനസ്സ് സ്വസ്ഥമാകും. നിങ്ങൾക്ക് അങ്ങനെ രാജാവ് അത് വീണ്ടും ഇങ്ങനെ നിരന്തരം ചെയ്തപ്പോൾ രാജാവിന് പിന്നെ ചിന്ത വലുതായിട്ടൊന്നും വരുന്നില്ല. ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ബോധിധർമ്മം പറഞ്ഞ ഏറ്റവും വലിയ ടെക്നിക്ക്. നമ്മുടെ ചിന്തകളെ, നമ്മൾക്ക് വരുന്ന മനസ്സിന്റെ അസ്വസ്ഥതകളെ നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ആ ചിന്ത, പക്ഷെ ആ ചിന്തയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നമുക്ക് വരുന്ന അസ്വസ്ഥത എന്തൊക്കെയാണ്, ഒരുപാട് കാരണം വരുന്നത്. അത് ഒരു കാരണം ഇങ്ങനെ നിരീക്ഷിച്ച് അടുത്ത കാരണം ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ സ്ലൈഡ് പോകുന്ന പോലെ, ഞാൻ ഇങ്ങനെ സ്ലൈഡ് വിടുന്ന പോലെ, ഇത് ബോധിധർമ്മന്റെ വേറൊരു പടമാണ്. മറ്റേ ഇത് നമ്മുടെ സൂര്യയുടെ പടവും ഇത് ബോധിധർമ്മന്റെ അന്ന് വരച്ച ബോധിധർമ്മന്റെ പടമാണ്. അപ്പം നമ്മൾ ചിന്ത ഇങ്ങനെ ഓടിച്ചോടിച്ച് വിടുമ്പോൾ, കോൺസെൻട്രേറ്റ് ചെയ്യാതെ ചിന്തകൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിങ്ങനെ കുറെ ഇങ്ങനെ വിടുമ്പോൾ അതങ്ങ് അങ്ങ് തന്നെ പോകുമെന്നാണ് ബോധിധർമ്മം പറയുന്നത്. അത് അനുഭവിച്ച് പരിശീലിച്ച പലരും പറയുന്നത് കറക്റ്റാണ്. ഞാനത് നോക്കിയിട്ടുണ്ട്, കറക്റ്റാണ്. കാരണം ചിന്ത പിന്നെ ഇല്ല, മനസ്സ് ശൂന്യമാവും. ആ മനസ്സിലേക്ക് നല്ല കാര്യങ്ങളും അറിവുകളും ഓർമ്മശക്തിയും പഠിക്കാനൊക്കെ നല്ലതാണ്. കുറെ കഴിയുമ്പോൾ വേറെ ഇല്ല, പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കത്തിരിക്കും. ഈ കാര്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ കാര്യം ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കഥയും അതുപോലെ തന്നെ ഞാൻ മുമ്പ് പഠിപ്പിച്ച പിന്നെ ജോഹരി വിൻഡോയും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയാം. അതായത് ഇപ്പൊ പറഞ്ഞവരൊന്നും വേണ്ട, ഗിരീഷ് കുമാറിന് പറയാൻ പറ്റുമോ? ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ ഗിരീഷ്? ഹലോ, സർ. അപ്പൊ ഒന്ന് പറഞ്ഞോളൂ, ഈ ജോഹരി വിൻഡോയും ബോധിധർമ്മന്റെ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും പറയുക. പിന്നെ മറ്റേതും പറയണം. നമ്മള് പിന്നെ വേറൊരു എഫക്റ്റ് പറഞ്ഞല്ലോ, അതും കൂടെ പറഞ്ഞോളൂ. കറക്റ്റ് ആയിട്ട് അറിയില്ല, അപ്പൊ ഞാൻ പറയാം. പറഞ്ഞോളൂ, നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞാൽ മതി. കാരണം നിങ്ങളെല്ലാം മാസ്റ്റർമാരല്ലല്ലോ, കുറെ കഴിയുമ്പോൾ റെഡി ആയിക്കോളും. പറഞ്ഞോളൂ. ജോഹരി വിൻഡോ എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്യണയാണ്. അതോ ജസ്റ്റ് നമ്മളിലുള്ള കഴിവ്, നമുക്ക് നമ്മൾ അറിയാത്ത കഴിവുകൾ, മറ്റുള്ളവര് നമ്മളിൽ കാണുന്ന കഴിവുകൾ, ഇതൊക്കെ ഒന്ന് അസസ് ചെയ്ത് നമ്മളൊരു പെർഫെക്റ്റ് ആവുക. അതാണ് ജോഹരി വിൻഡോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ പറഞ്ഞ സ്റ്റോറിയിലെ ഇത് വെച്ചിട്ട് ഇപ്പം എനിക്ക് തന്നെ പല ചിന്തകൾ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട് മനസ്സിൽ. ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മള് വരുന്ന ചിന്തകളെ ഇങ്ങനെ വിട്ട് കൗണ്ട് ചെയ്ത് അങ്ങോട്ട് ജസ്റ്റ് വിടുക. അപ്പം മനസ്സ് ശൂന്യമായി നമ്മൾ പെർഫെക്റ്റ് ആവും എന്നുള്ള രീതിയിലാണ് മനസ്സിലായത്. ഓക്കെ. അതോടൊപ്പം തന്നെ അല്പം എക്സർസൈസും കൂടെ ചെയ്യണം. കാരണം ശരീരത്തിന് വെറുതെ ശരീരം വീക്ക്നെസ് ആകുമ്പോഴാണ് നമ്മൾ ഇതാവുന്നത്. അത് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ എക്സർസൈസോ നടത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി കേട്ടോ. അതാണ് അതിൻ്റെ ഇത്. ഇനി അടുത്തത്, ഇനിയൊരു കാര്യം കൂടെ പറഞ്ഞു, ലോ ഓഫ് എൻട്രോപ്പി.
ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ നല്ല കാര്യം ചെയ്താലും മോശം കാര്യം ചെയ്താലും ലോകത്ത് ഈ പ്രകൃതി ചില പ്രതിഭാസങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളെ ഇട്ടൊന്ന് കുലുക്കും. നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ബന്ധുക്കൾക്കായിരിക്കും, അടുത്ത ബന്ധുക്കൾക്കായിരിക്കും ആപത്ത് വരുന്നത്. ചിലപ്പോൾ ഇന്ന് തന്നെ നമുക്ക് നമ്മൾ പഠിച്ചതാണ്, പഠിച്ചതല്ല, വാർത്ത കേട്ടാണ്, രാവിലെ മുതലേ ദുഃഖമാണ്. നമ്മൾ ഇവിടെ പോയി മധുവിധമൊക്കെ ആഘോഷിച്ച് വരുന്ന ദമ്പതികളുടെ മരണം. അപ്പൊ അങ്ങനെ നമ്മൾ നല്ലതൊക്കെ ചെയ്ത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പം പ്രകൃതി പിടിച്ചൊരു കുലുക്കം കുലുക്കും. ആ കുലുക്കത്തിൽ വീഴരുത്. വീണു കഴിഞ്ഞാലാണ് നമുക്ക് വീഴും, ആരും വീണു പോവും. പക്ഷെ വീഴുന്നതിന് രക്ഷപ്പെടണം. അതിന് എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഉപയോഗിക്കാം. അതാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് എന്തെങ്കിലും ലോ ഓഫ് എൻട്രോപ്പിയിൽ എന്തെങ്കിലും സംശയമുള്ളതുണ്ട്? കാരണം പലർക്കും സംശയം വരും. ലോ ഓഫ് എൻട്രോപ്പി വളരെ പറഞ്ഞാൽ പലർക്കും പെട്ടെന്ന് ബോധ്യമാകാത്ത കാര്യം. ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? അത് സംശയം ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇനി അടുത്തതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ ആദ്യമേ പറഞ്ഞു, ലോ ഓഫ് അട്രാക്ഷനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന ഡിസയർ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷനകത്ത് വരേണ്ടത്. നമ്മളല്ല ചുമ്മാ വരത്തില്ല. ആദ്യം നമ്മൾ ഡിസയർ ചെയ്യണം. നമുക്ക് ആഗ്രഹം ഡിസയർ ചെയ്യണം. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. നമുക്കൊക്കെ വരുന്ന ഒരു ചെറിയൊരു പ്രശ്നമാണ്, നമ്മൾ ഫാന്റസിയിലാണ് പലതും സെലക്ട് ചെയ്യുന്നത്. പല കാര്യങ്ങൾ യാഥാർത്ഥ്യബോധമായിട്ട് ഒന്നുമില്ലാത്ത, യാഥാർത്ഥ്യബോധം അല്ലാതെ ഫാന്റസിയാണ് പലരും ചിന്തിക്കുന്നത്. അപ്പൊ ഫാന്റസിയും റിയാലിറ്റിയും തമ്മിൽ തിരിച്ചറിയണം. ഇപ്പൊ നമ്മുടെ ഫാന്റസിയാണ് ഞാൻ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആകുമെന്ന് ഞാൻ തീരുമാനിക്കുന്ന ഫാന്റസിയാണ്. പക്ഷെ റിയാലിറ്റി ചിലപ്പോൾ ഞാൻ ഇവിടെ ഒരു നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആകണമെന്ന് ഞാൻ വിചാരിച്ചാൽ അത് നടക്കും. പക്ഷെ ഫാന്റസിയാണ് മറ്റേ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഫാന്റസിയാണ്. അപ്പൊ നമ്മളിലുള്ള ഫാന്റസിയും നമ്മുടെ റിയാലിറ്റിയും തമ്മിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഫാന്റസി എന്താണ്, റിയാലിറ്റി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പോട്ടുകളൊക്കെ ഉണ്ട്. കുറെ സ്പോട്ടുണ്ട്. നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട്, ഓപ്പൺ സ്പോട്ട്, അങ്ങനെയുള്ള സ്പോട്ടിലൂടെ നമ്മുടെ റിയാലിറ്റി, നമ്മുടെ കഴിവുകൾ, ആ കഴിവിനനുസരിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞ കഴിവ് അനുസരിച്ചുള്ള സംഗതികളെ നമ്മൾ ആലോചിക്കാവും. റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നമ്മൾ വിചാരിക്കും ആകാശത്ത് നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര കൊട്ടാരമായിരിക്കും ആകാശത്ത്, നമ്മൾ കൊട്ടാരം കെട്ടും. ഫാന്റസി, നമ്മൾ കൊച്ചിലെയൊക്കെ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. രാജകുമാരനെ രാജകുമാരിയെ പിടിക്കാൻ പോയ രാജകുമാരൻ രക്ഷപ്പെടുത്താൻ പോയ രാജകുമാരന്റെ ആ കഥയൊക്കെ നമ്മൾ അതുപോലെ തന്നെ മുത്തശ്ശിമാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറിയ ബാലരമയിലും പൂമ്പാറ്റയിലൊക്കെ വായിച്ചവർ കാണും. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫാന്റസി ഉണ്ട്, അതുപോലെയൊക്കെ ആകണം. പക്ഷെ ആ ഫാന്റസിയും റിയാലിറ്റിയും തമ്മിൽ ഉള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയുള്ള സംഗതികൾ നമ്മൾ ഡിസയർ ചെയ്താൽ മാത്രമേ അത് നടക്കൂ. അല്ലാതെ നമുക്ക് അസാധ്യമായി നമ്മൾ തന്നെ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്പോട്ടുകൾ ഉപയോഗിച്ച്, 4 സ്പോട്ട് ഉപയോഗിച്ച് നമ്മുടെ കഴിവുകൾ കണ്ടുപിടിച്ച് അതിനകത്ത് നമ്മുടെ കുടുംബത്തിനും നമുക്കും ജീവിക്കാനുള്ള സമ്പത്ത് കിട്ടുന്ന, അതോടൊപ്പം തന്നെ നമുക്ക് എത്ര ചെയ്താലും മതിയാകാത്ത, മടുക്കാത്ത ആ ഒരു പ്രൊഫഷൻ കണ്ടെത്തി, അത് ബിസിനസ് ആകാം, നമുക്ക് നല്ലൊരു ജോലിയാകാം, പാട്ട് കലാരംഗത്താകാം, അത് കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഡിസയർ ചെയ്യാൻ. ആ ഡിസയർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഡിസയർ ഇറ്റ്, പിന്നെ ഉള്ളതാണ് അഫൈം ഇറ്റ്. അഫർമേഷൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വിന്നർ സാറ് പറഞ്ഞു, നമ്മൾ അതിന് പറ്റുന്ന അഫൈം ഉണ്ടാക്കി. അഫർമേഷൻ ഉണ്ട്. അഫർമേഷന്റെ കൂടെ വരുന്നതാണ് മെഡിറ്റേഷൻ. അഫർമേഷൻ ചെയ്തിട്ട് നമ്മൾ അതിന് പറ്റുന്ന വാക്കുകൾ, എനിക്ക് നല്ലൊരു ബിസിനസ്സുകാരനാകണം, അതെന്ത് ബിസിനസ് എന്ന് വേണം നമുക്ക് ആകേണ്ട ബിസിനസ്. അതുപോലെ തന്നെ നമ്മളൊരു ചിലപ്പോൾ നമ്മൾ കയർ കച്ചവടക്കാരനായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു മുറുക്ക കച്ചവടക്കാരനായിരിക്കണം, ഇല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആയിരിക്കണം, ഇല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ ആയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നതായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ടീച്ചറായിട്ട് നമ്മൾ
കോഴ്സുകൾ വിൽക്കുന്ന ആളായിരിക്കണം. അങ്ങനെ നമ്മുടെ എന്താണ് നമ്മുടെ പർട്ടിക്കുലർ സംഗതി വിഷ്വലൈസ് ചെയ്യണം, അഫയം ചെയ്യണം, അഫയമം ചെയ്യണം, വിഷ്വലൈസും ചെയ്യണം. അഫയം എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ വാചകം. അപ്പൊ ഞാൻ പറയണം, ഞാൻ ഇപ്പൊ എൻ്റെ ഒരു അഫയം ഇതാണ്, നല്ലൊരു മോട്ടിവേഷൻ, ലോകം അറിയുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറായി മാറണേ. ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു, ലോകം അറിയുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറായി മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ജനങ്ങൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുക, ഒരുപാട് പേര് എൻ്റെ കോഴ്സുകളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എനിക്ക് എന്താണോ വേണ്ടത് അത് അഫയം ചെയ്യണം. ആ പർട്ടിക്കുലർ കാര്യം അതാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് വേറൊരു കാര്യം കൂടി നമ്മൾ പറയുന്നത്, ഫോക്കസ്. ഈ അഫയം ചെയ്യുമ്പോഴും നമ്മുടെ ഫോക്കസിലാണ് ഒരു ശ്രദ്ധ വരുന്നത്. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യണം ഒരു സംഗതി ഒരേ സമയത്ത്, ഒരു കാര്യം ഇല്ലെങ്കിൽ അതോടനുബന്ധിച്ച കാര്യമേ നമ്മൾ ചെയ്യാവൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും കൂടി ഇപ്പൊ ഞാൻ ഒരേ സമയത്ത് എനിക്ക് വേണമെങ്കിൽ യൂട്യൂബും ഈ നിങ്ങളുടെ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളും വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. കാരണം ഇത് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന സംഗതിയാണ്. കാരണം എൻ്റെ യൂട്യൂബിലൂടെ ഇടുന്ന മോട്ടിവേഷൻ ആണ്, ഞാൻ ഇവിടെ നടത്തുന്ന ക്ലാസ് മോട്ടിവേഷൻ, അത് ഫോക്കസ് ചെയ്യാം. ആ സമയത്തിൽ ഞാൻ ഒരേ സമയത്ത് തന്നെ ഞാനൊരു വലിയൊരു യൂട്യൂബർ ആകണമെന്ന് ആഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ അഭയം ചെയ്യുകയാണ്, ഞാൻ ഒരു IAS കാരനാകണം, ഇല്ലെങ്കിൽ ഞാൻ ഒരു MLA ആകണം, ഇല്ലെങ്കിൽ ഇപ്പം റിട്ടയർഡ് ആകുന്നവരൊക്കെ ആൾക്കാർ പിടിച്ച് ഇരുത്തുന്നതാണ്. ഇത് എന്തെങ്കിലുമൊക്കെ അടുത്ത കോർപ്പറേഷൻ വരുമ്പോൾ ഇല്ലെങ്കിൽ പഞ്ചായത്ത് വരുമ്പോൾ പിടിച്ച് മെമ്പർമാരാക്കിയിരിക്കും. കാരണം ഒന്ന് അവർക്ക് കുറച്ച് ബന്ധുക്കളും ഒക്കെ കാണും, കുറച്ച് കാശും കാണും. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ബന്ധവും കാണും. അപ്പൊ നമുക്കൊരു മെമ്പർ ആകുക, ഇല്ലെങ്കിൽ ഒരു വാർഡ് കൗൺസിലർ ആകുക എന്ന് പറഞ്ഞാൽ ഈസിയാണ്. അപ്പൊ അതും കൂടെ ഇല്ല, എന്നിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം, അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനാകാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ എൻ്റെ അപ്പൊ ഞാൻ മുനിസിപ്പൽ ചെയർമാൻ ആകണേ എന്ന് അഭയം ചെയ്യുകയും അതോടൊപ്പം തന്നെ യൂട്യൂബർ ആകണമെന്ന് അഭയം ചെയ്യുമ്പോൾ രണ്ടെണ്ണവും കൂടെ വരുമ്പം ഒന്നും നടക്കത്തില്ല. അത് ഫോക്കസിൽ പറയുന്നത് അത് നിങ്ങൾ എഴുതി വെച്ചുകൊണ്ടൊരു സംഗതിയാണ്. നിങ്ങൾ ഓർത്തിരിക്കണം, നമ്മളെല്ലാവർക്കും ആഗ്രഹങ്ങൾ ഒരുപാട് കാണും, നൂറുകണക്കിന് ആഗ്രഹങ്ങൾ കൂടി ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ അഭയം ചെയ്യുമ്പോൾ ആകെ നമ്മുടെ മനസ്സിനും പ്രപഞ്ചത്തിന് തന്നെ കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ, പിന്നെ പ്രപഞ്ചത്തിന് കൺഫ്യൂഷൻ. അപ്പൊ ഒരേ ഒരു കാര്യം മാത്രമേ ഫോക്കസ് ചെയ്യൂ. അതിന് പറയുന്നത് നമുക്ക് നടക്കാൻ കഴിയുന്ന, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജോഹരി വിൻഡോ വഴിയൊക്കെ തിരഞ്ഞെടുത്ത 100 സക്സസ് ആകുന്ന 100 കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ 100 കാര്യങ്ങൾ കൂടി അഫർമേഷൻ നിന്നാൽ ആകെപ്പാടെ കൊളാപ്സ് ആകും. ഇതിന്റെ പറയുന്നത് ഒരേ സമയം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുകയും ബാക്കി 99 കാര്യങ്ങളെയും കളയണം. തൽക്കാലം കളയുകയാണെങ്കിൽ ആ ഒരൊറ്റ സംഗതിയിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. അതാണ് അഫയം ചെയ്യുന്നത്. ഞാൻ ഒരേ സമയത്ത് മുനിസിപ്പൽ ചെയർമാൻ ആകണമെന്ന് ഫോക്കസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഞാൻ യൂട്യൂബർ ആകണം, ഇല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ ആകണമെന്ന് ചെയ്യുമ്പോൾ ഈ രണ്ടും ആകില്ല. കാരണം നമ്മുടെ ചിന്തകൾ ഡൈവേർട്ടായി, അഫർമേഷൻ ഡൈവേർട്ടായി. അത് ചിലർക്ക് പറ്റും, മൾട്ടി ലെവൽ കഴിവൊക്കെ ഉള്ളവർ കാണും. പക്ഷെ ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ഒരേ സമയത്ത് 100 ആഗ്രഹം ഉണ്ടെങ്കിൽ 99 മാറ്റിവെച്ചിട്ട് ഒന്നിൽ ഫോക്കസ് ചെയ്യുകയും അതിൽ വിജയിച്ച ശേഷം അതിന്റെ സപ്ലിമെന്റ് ആയിട്ട് അടുത്ത സംഗതികളിലേക്ക് പോകാനുമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. 100 കണക്കിന് ഒരേ സമയത്ത് ഫോക്കസ് ചെയ്യരുത്. ഒറ്റക്കാര്യം, അതും ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ പരസ്പര ബന്ധമില്ലാത്ത 100 കാര്യങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ ആകെ പോകും. ഇപ്പൊ മുനിസിപ്പൽ ചെയർമാൻ ആകുന്നതും യൂട്യൂബർ ആകുന്നതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇത് തമ്മിൽ വന്നു കഴിഞ്ഞാൽ രണ്ടും ആകത്തില്ല. പരസ്പര ബന്ധമുണ്ടെങ്കിൽ പറ്റും. ഇപ്പം യൂട്യൂബറും മോട്ടിവേഷൻ സ്പീക്കറും ഏകദേശം ഒരേ ഇതാണ്. കാരണം ഞാൻ നടത്തുന്ന, അഥവാ സിനിമ ചാനൽ നടത്തുന്നവൻ മോട്ടിവേഷൻ സ്പീക്കർ ആകണമെന്ന് പറഞ്ഞിട്ട് അവന് അഭയം ചെയ്യാൻ പാടില്ല. സിനിമാ ചാനലാണ് അവൻ നടത്തുന്നതെങ്കിൽ അവന് സിനിമാ സംവിധായകനാകണം, ഇല്ലെങ്കിൽ തിരക്കഥാകൃത്താകണം, ഇല്ലെങ്കിൽ നടനാകണമെന്ന് അവന് വേണമെങ്കിൽ ആ ചാനൽ വളരണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ അവന് ഫോക്കസ് ചെയ്യാം. അത് അതിന്റെ സൈഡാണ്. നമ്മൾ മെയിൻ ഉണ്ട്, ആ മെയിനോട് അനുബന്ധിച്ച് വരുന്ന സൈഡ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഞാൻ ഈ പറഞ്ഞത് പലർക്കും ബോധ്യമാവത്തില്ല. കാരണം ഓരോരുത്തരും മിനിമം 10 എണ്ണമെങ്കിലും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് പലരും. ഇങ്ങനെയല്ലേ രേഷ്മയ്ക്ക് ഒരു 10 എണ്ണമെങ്കിലും കാണുമല്ലേ ഫോക്കസ് നേടാനുള്ളത്? രേഷ്മ 10 എണ്ണം ഒന്നും ഇല്ല ഇപ്പൊ, മെയിനായിട്ട് ഒന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറ്റുന്ന പോലെ ചെയ്യുന്ന കാര്യത്തിൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.
ഇപ്പൊ സാറിന്റെ ക്ലാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര ഇഷ്ടമായിട്ട് ഞാൻ കാണാൻ ശ്രദ്ധിക്കാറുണ്ട്. അത്രയും ഇപ്പൊ മറ്റേ സാറ് പറഞ്ഞ ഒരു യോഗ ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിക്കും ആ കൈയൊക്കെ നന്നായിട്ട് പിടിച്ചപ്പോ ഞാൻ കുഴഞ്ഞു പോലെ ചെയ്തു പോയി. അത് ഞാൻ സാറോട് പറഞ്ഞു, ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ്, കാരണം ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ പറയില്ലല്ലോ, നമ്മളൊരു കാര്യം ഏൽപ്പിച്ച, അതിപ്പോ കിച്ചണിലായാലും നമ്മളൊരു കാര്യം ഏൽപ്പിച്ച അത് വൃത്തിയിൽ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കാറുണ്ട്. വളരെ സന്തോഷം, വളരെ സന്തോഷം. മനസ്സിലാകുന്നു, അത് അങ്ങനെയാണ് ചെയ്യണമെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകും. രണ്ടും കൂടെ വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായി. നമ്മൾ അങ്ങനെ ചെയ്യണം എന്നൊരു ബോധ്യം, അതാണ് ഏറ്റവും പലർക്കും ഉണ്ടാകുന്നത്. പലർക്കും അത് ഇതെല്ലാം കൂടെ വരും എന്നൊക്കെ പറയും ആൾക്കാർ, കാരണം പക്ഷെ അവസാനം ഒന്നും വരുത്തുമില്ല. അതാണ് മനുഷ്യന്റെ ഒരു സംഭവം. പക്ഷെ എന്തായാലും അത് ബോധ്യം വരുന്നതാണ് ഒന്നാമത്തെ. മറ്റുള്ളവർ അങ്ങനെ പലതും പറയും, ഞാനത് നോക്കിക്കോളാന്ന് പറയുന്നതിലുപരി അതിന് ബോധ്യം വരുന്നുണ്ട്. മറ്റുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഇതാണ്. പലർക്കും ഈ ക്ലാസ്സിനകത്ത് പങ്കെടുക്കുന്ന പലർക്കും പോലും എല്ലാവർക്കും അതേ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മനുഷ്യൻ പല രീതിയിലാണ്. ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന നമുക്ക് 40 കുട്ടികളെ പഠിപ്പിക്കുമ്പം അതിൽ 2 കുട്ടികൾക്കായിരിക്കും അവർ കറക്റ്റ് 100% മാർക്ക് വാങ്ങിക്കുന്നത്. ബാക്കിയുള്ളവർ 95, 40, 30, 20 ഒക്കെ വരും. അപ്പൊ അത് നമ്മൾ സാർ ഒരു കാര്യം പറയട്ടെ, അതെന്താ അറിയോ, സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. കാരണം ആ വോയിസിൽ ഇപ്പൊ ആ ചാണക്യം എന്നുള്ളതിന്റെ ആ വോയിസ് ഒക്കെ ഭയങ്കര ഒരു നമുക്ക് അത്ര ആകർഷിക്കാന്ന് പറയല്ലോ. അതുകൊണ്ടായിരിക്കും നമ്മളൊരു കാര്യം ഇഷ്ടത്തോടെ ചെയ്യുമ്പോ കേൾക്കുമ്പോ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായിരിക്കും എന്നുള്ള ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്, അപ്പൊ നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഇനി അടുത്താണ് അങ്ങനെയാണ് അതിന് പറ്റിയ അഫർമേഷൻ ഫോക്കസ് നടത്തണം. അതുപോലെ തന്നെ വിഷ്വലൈസ്. ഈ സംഗതി നമ്മൾ വിഷ്വൽ ചെയ്യണം നടക്കുന്നതായിട്ട്. നമ്മളിപ്പം നിങ്ങളൊരു ഇപ്പം ഒരു കോളേജ് ലെക്ചർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ആ കോളേജ് ലെക്ചറും അത് വിഷ്വൽ ചെയ്യണം. നമ്മൾ ആഗ്രഹം അതാണ്, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന കോളേജ് ലെക്ചറാണ്. അപ്പൊ ആ കോളേജിലേക്ക് ഡ്രസ്സൊക്കെ ധരിച്ച് ആ കോളേജിലേക്ക് പോകുന്നതും കുട്ടികൾ നമസ്തേ ടീച്ചർ എന്ന് പറയുന്നതും, കോളേജിൽ പറയത്തില്ലായിരിക്കും നമസ്തേ എങ്കിലും കാണുമ്പോൾ ഒരു ബഹുമാനത്തിൽ ടീച്ചർ, ഗുഡ് മോർണിംഗ് ടീച്ചർ. നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമസ്തേ പറയും, കോളേജിലൊക്കെ ആകുമ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാം. ചിലരൊക്കെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നു. അപ്പൊ അങ്ങനെ കോളേജിൽ പോകുന്നു, അവിടെ സൈൻ ചെയ്യുന്നു, ക്ലാസ്സിൽ വന്നു, ക്ലാസ് എടുക്കുന്നു, ആ മാസം ശമ്പളം കിട്ടുന്നു. ശമ്പളത്തിന്റെ ഒരു പങ്ക് ഭർത്താവിന് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ മൊത്തം കൊണ്ട് ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഭർത്താവ് അത് നീ തന്നെ കയ്യിൽ വെച്ചോ എന്ന് പറയുന്നു. അപ്പം എന്നിട്ട് നമ്മൾ അമ്മായിയമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പൊ അതിൽ അവരുടെ ഒരു സന്തോഷം ഈ മുഖത്ത് പുറത്ത് കാണിച്ചില്ലെങ്കിലും അവർക്ക് സന്തോഷം. അത് വിഷ്വലൈസ് ചെയ്യണം. ഇങ്ങനെ ഒരു സംഭവം വിഷ്വലൈസ് ചെയ്യണം. അതോടൊപ്പം ഫീൽ ഇറ്റ്. ഈ 2 കാര്യം 3 കാര്യം ഒരേപോലെ നടക്കും. ഒന്ന് അഫൈം ഇറ്റ്, എനിക്കൊരു കോളേജ് ലെക്ചർ ആകണേ, ഞാനൊരു കോളേജ് ലെക്ചർ ആയിക്കൊണ്ടേയിരിക്കുന്നു, ഞാനൊരു കോളേജ് ലെക്ചർ ആയിക്കൊണ്ടേയിരിക്കുന്നു, കോളേജ് ലെക്ചർ പദവി എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇത് പറയുകയും ആ കോളേജ് ലെക്ചറായിട്ട് പഠിപ്പിക്കുന്നതും കോളേജിൽ പോകുന്നതും വിഷ്വലൈസ് ചെയ്യുന്നതും, അത് ഫീൽ ഇറ്റ്, മനസ്സിൽ അത് ഫീൽ ചെയ്യണം. മനസ്സിൽ അതങ്ങ് നമ്മൾ ആസ്വദിക്കണം. നമ്മുടെ മനസ്സിൽ അത് വരണം. കാരണം അവിടെ പറയാം, പ്രപഞ്ചത്തിന് മനസ്സിലാവുന്ന 2 ഭാഷകളേ ഉള്ളൂ. ആർക്കെങ്കിലും പറയാം എന്താ പ്രപഞ്ചത്തിന് മനസ്സിലാവുന്ന 2 ഭാഷയിൽ സംസാരിച്ചാലേ പ്രപഞ്ചത്തിന് മനസ്സിലാവും? ആർക്കെങ്കിലും ഇതിനകത്ത് പറയാൻ പറ്റുമോ? പ്രപഞ്ചത്തിന് മനസ്സിലാകുന്ന 2 ഭാഷ. ജാസ്മിക്ക് അറിയാമോ? അല്ലല്ല, പ്രപഞ്ചത്തിന് നമ്മൾ പ്രപഞ്ചമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ. പ്രപഞ്ചമായിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് അത് വലിയ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നിട്ടത് നമുക്ക് പ്രപഞ്ചത്തോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടത്. അതിപ്പം 10,000-ലധികം ആൾക്കാർ ഇന്നിട്ട വീഡിയോ ആണ്, അത് കണ്ടിരിക്കുന്നു. അതൊന്ന് കാണുക. ഞാൻ ഇല്ലെങ്കിൽ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ അത് ഇന്നിട്ട വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ അത്രയും ആൾക്കാർ കാണുമ്പോൾ അത് അവർക്ക് മനസ്സിലാവും. അപ്പം പ്രപഞ്ചത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രപഞ്ചത്തിന് നമ്മൾ പറയുന്ന എല്ലാവരും മനസ്സിലാവത്തില്ല. പ്രപഞ്ചത്തിന്റെ ഭാഷയിൽ സംസാരിച്ചാലേ മനസ്സിലാവും. ഇപ്പൊ നമ്മള് ഇംഗ്ലീഷിൽ ഇപ്പം UK-യിൽ പോവുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണം, അവിടെ പോയി മലയാളം സംസാരിച്ചാൽ മനസ്സിലാവും. മലയാളം അറിയാവുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. അല്ലാതെ സായിപ്പിനോട് പോയി ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, തമിഴ് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പൊ ആ പ്രപഞ്ചത്തിന് മനസ്സിലാകുന്ന ഭാഷ,
അതിൽ പറഞ്ഞാലേ പ്രപഞ്ചത്തിന് പറ്റൂ. ആ പ്രപഞ്ചത്തിന്റെ ഭാഷ എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? ഒരു സ്ഥലത്ത് പോകുന്നു, ആ സ്ഥലത്ത് നമ്മൾ മുട്ടുന്ന ആള് പഞ്ചാബിയാണോ ആന്ധ്രക്കാരനാണോ അവൻ ജപ്പാൻ പറയുന്നതാണോ എന്ന് നമുക്ക് ആര് തിരിച്ചറിയണം. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഭാഷ ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രപഞ്ചമായിട്ട് സംസാരിക്കാൻ പറ്റൂ. ആർക്കെങ്കിലും പറയാം പ്രപഞ്ചത്തിന് മനസ്സിലാകുന്ന ഭാഷ, രണ്ട് ഭാഷയ്ക്ക് നമുക്ക് പ്രപഞ്ചമായിട്ട് സംസാരിക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പ്രപഞ്ചമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പറഞ്ഞുതരാം. ഒന്ന് ഫീലിംഗ്, ആദ്യത്തെ ഭാഷ ഫീൽ നമ്മുടെ മനസ്സിലുണ്ടാകും. അതാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. ചില ആൾക്കാർ ശപിക്കുമ്പോൾ ഫലിക്കും എന്ന് പറയുന്നത് ആ ശപിക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ് ആണ്, അല്ല വാക്കുകളല്ല അവിടെ പറയുന്നത്. ഈ അഫർമേഷൻ ചെയ്യുമ്പോഴും ആ ഫീലിംഗ് ആണ്, അല്ലാതെ നമ്മൾ കുറെ വാക്കുകൾ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് നടന്നിട്ട് അത് വരത്തില്ല. ആ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ, വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഫീലിംഗ് ആണ് പ്രപഞ്ചത്തിന് മനസ്സിലാകുന്നത്. ഇപ്പം ഒരു മക്കളെ ഇപ്പൊ അനുഗ്രഹിക്കുന്നില്ല, ഗുരുനാഥ അനുഗ്രഹിക്കും. ആ അനുഗ്രഹിക്കുമ്പോൾ അതാണ് പറയുന്നത്, ഗുരുദക്ഷിണ കൊടുത്തിട്ട് ചില ആൾക്കാർ ഗുരുവിന്റെ അനുഗ്രഹം, ഗുരുവിന് ആ ഒരു ഫീലിംഗ്, ഇവനെ അനുഗ്രഹിക്കുമ്പോൾ ഗുരുവിന് ഇവൻ നന്നാവണമെന്നൊരു ആത്മാർത്ഥമായ ഒരു ഫീലിംഗ് ഉണ്ടാകണം, ഇവനും ഈ തൊഴുന്നവനും അവനൊരു ഫീലിംഗ് ഉണ്ടാകണം. അപ്പോഴേ അത് മനസ്സിലാവും, അത് നടപ്പാകും. അല്ല ഫീലിംഗില്ല. എത്രയോ പേര് ഇങ്ങനെ തൊഴുതിട്ട് അങ്ങ് പോകും. ഇപ്പൊ അമ്പലത്തിൽ തന്നെ പോകുന്നു, ആ ദൈവമേ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ഫീലിംഗ്, നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ആ മനസ്സില് ആ ഫീലിംഗ് ഉണ്ടാവും. അതാണ് ഈ ചില ശാപം ഫലിക്കും, ചില ശാപം ഫലിക്കാത്തില്ല എന്ന് പറയുന്ന കാര്യമാണ്. നമ്മളാളെ ശപിക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് പ്രപഞ്ചത്തിൽ മനസ്സിലാക്കും. ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഫീലിംഗ് വരുന്നത് ശപിക്കുമ്പോഴാണ്. മറ്റുള്ളവരെ വഴക്ക് പറയുമ്പോഴും ശപിക്കുമ്പോഴൊക്കെയാണ് കൂടുതലും ഫീലിംഗ് വരുന്നത്. ആ ഫീലിംഗ്, അപ്പൊ അങ്ങനെ ഫീലിംഗ് വരുന്നതുകൊണ്ടാണ് പലപ്പോഴും പല ശാപങ്ങളും ദോഷമായി വരുന്നത്, ഫലിക്കുന്നത്. അതുപോലെ തന്നെ പല അനുഗ്രഹങ്ങളും ചിലരൊക്കെ അനുഗ്രഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിച്ചാൽ അത് നടപ്പാവുന്ന കാര്യം അതുകൊണ്ടാണ്. കാരണം അവനുണ്ടാകുന്ന ഫീലിംഗ് പ്രപഞ്ചത്തിന് മനസ്സിലാവും. നമ്മുടെ ഫീലിംഗ് അത് പ്രപഞ്ചം ഉൾക്കൊള്ളും. പ്രപഞ്ചത്തിന് മനസ്സിലാകുന്ന ഒരേ ഒരു രണ്ട് സംഗതിയാണ്. ഒന്ന് ഫീലിംഗ്, പിന്നെ രണ്ട് മൗനമാണ്. നമ്മള് പഴയ മുനിമാരൊക്കെ മൗനവ്രതം ആചരിക്കുന്നു. രമണ മഹർഷിയാണ് ഏറ്റവും കൂടുതൽ ആ മൗനത്തിന്റെ ശക്തി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് നമ്മളിങ്ങനെ മൗനമായിട്ട് ഇരുന്ന് ആ മനസ്സിൽ ആ ഫീലിംഗ് പറഞ്ഞു, ഒന്നും സംസാരിക്കണ്ട, ഒന്നും വേണ്ട, പ്രപഞ്ചം ശൂന്യമായിട്ട് നമ്മൾ ഇരുന്നിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യം മൗനമായിട്ട് ഇരുന്ന് മൗന പ്രാർത്ഥന നടക്കുന്നത്. അതാണ് പലയിടത്തും പ്രാർത്ഥനയിൽ മൗനം പറയുന്നത്. ഇപ്പൊ നിങ്ങള് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ വാക്കുകൊണ്ട് ദൈവമേ അങ്ങനെ നടക്കണേ, ഇങ്ങനെ നടക്കണേ, മറ്റേ നടക്കണേ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ മൗനമായിട്ടിരുന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ മൗനത്തിലൂടെ സംസാരിക്കും. ഒരു ഭാഷ ഒരു വലിയൊരു എസ്സേ എഴുതുന്നത് ഒരു 10 മിനിറ്റ് നമ്മള് വാഗുകൊണ്ട് അടയ്ക്കുന്നത് 1 മിനിറ്റിന്റെ മൗനത്തിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, പ്രകൃതിയുമായിട്ട്, ദൈവമായിട്ട്, പ്രപഞ്ചവുമായിട്ട്. അപ്പൊ ഒന്ന് ഫീലിങ്ങും മൗനമാണ് പ്രപഞ്ചത്തിന് മനസ്സിലാകുന്ന, പ്രപഞ്ചവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ഭാഷ. നിങ്ങൾക്കത് ഫീല് ചെയ്യാതെ നിങ്ങൾക്ക് മൗനമായിട്ടിരുന്നു കൊണ്ട് ആ മൗനത്തിലൂടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കുറെ സമയമെങ്കിലും മൗനവ്രതം ആചരിക്കാൻ നല്ലതാണ്. പഴയ മുനിമാര് എല്ലാം ആചരിച്ചിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് ആണെങ്കിലും അതുപോലെ തന്നെ യേശു ക്രിസ്തു, അവരൊക്കെ മൗനമായിട്ടിരുന്നിട്ടുണ്ട്. ഒരുപാട് മൗന പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അത് മൗനപ്രാർത്ഥന എന്ന് തന്നെ ഇതുണ്ട്, മൗനപ്രാർത്ഥന. അപ്പൊ ആ മൗനവ്രതം ഗാന്ധിജിയുടെ ഒക്കെ ശക്തിയോടെ ഗാന്ധി മൗനവ്രതം ആചരിച്ചാണ് 21 ദിവസം ആരും ഉണ്ടത്. ആ മൗനവ്രതം വരുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഗാന്ധിജി ഇറങ്ങുന്നത് ഇരട്ടി ശക്തിയോടെയാണ്. അതാണ് ഗാന്ധിജിയാണ് ഇന്ത്യയിൽ അത് പ്രായോഗിക തലത്തിൽ അത് പ്രായോഗികമാക്കി ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നു. ഗാന്ധിയുടെ മൗനം പോലും ഭയങ്കര ആൾക്കാർക്ക് പേടിയായിരുന്നു. അപ്പൊ അങ്ങനെ ആ മൗനവും ഫീലിങ്ങും, മനസ്സിലുണ്ടാകുന്ന ഫീലിങ്ങും ആണ് പ്രപഞ്ചമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ശക്തമായ ഒരു ഭാഷ. ഇതിനൊക്കെ ഞാൻ ഈ പറഞ്ഞത് ഉൾക്കൊണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അതൊരു ഫീലിംഗ് പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. അതല്ലാതെ നമ്മൾ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല, അത് ഉൾക്കൊണ്ട് അത് ചെയ്യണം. പിന്നെ അടുത്തതാണ് പ്ലാനിങ്ങും വർക്കിറ്റും.
നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് പ്ലാൻ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മറ്റേത് മറിച്ചതൊക്കെ ചെയ്തെങ്കിൽ നമ്മൾ പ്ലാനും വർക്കും നടത്തണം. നമ്മൾ ആ സംഗതിക്ക് പ്ലാൻ ചെയ്യണം. നിങ്ങൾക്ക് കോളേജ് ലെക്ചർ ആവണമെന്ന് പറയുന്നത് ഇങ്ങനെ അഫർമേഷൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള ടെസ്റ്റ് ഇപ്പൊ ആദ്യം ആപ്ലിക്കേഷൻ അയക്കണം, അതിനു വേണ്ടിയുള്ള ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യണം, ടെസ്റ്റിന് അപ്ലൈ ചെയ്യണം, ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യണം, പരീക്ഷയ്ക്ക് പോയി എഴുതണം. ഇതൊക്കെയാണ് ഞാൻ അഫർമേഷൻ ചെയ്യാൻ പോവാണ്. ഞാൻ പിന്നെ ഇത് ഞാൻ അതുകൊണ്ട് എനിക്ക് സമയമില്ല, ഞാൻ പരീക്ഷ എഴുതരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? ഞാൻ അഫർമേഷൻ പരീക്ഷ എഴുതേണ്ട സമയത്ത് നിങ്ങൾ PSC വിളിക്കുന്ന സമയത്ത് അഫർമേഷൻ നടത്തിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ അവിടെ പോയി പരീക്ഷ എഴുതണം, പഠിക്കണം, പരീക്ഷ എഴുതണം. എങ്കിൽ ആ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യുമ്പോഴും അത് വർക്കും ചെയ്യണം. പക്ഷെ ഇതിനൊക്കെ ഒരു തടസ്സം എന്ന് പറയാൻ നമ്മളെ മടി വരും. നമുക്ക് അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും മറ്റേ സാധനം കയറി വരും, എൻട്രോപ്പി. ഇവിടെ വലിയ പ്ലാനൊക്കെ ചെയ്തു വരും. അപ്പം കാരണം നമ്മൾ അപ്പോഴും എന്താ ചെയ്യുന്നത്, നമ്മുടെ ശീലങ്ങൾ മാറ്റണം. നമ്മുടെ ശീലങ്ങളാണ് നമുക്ക് ഈ മടികളും അതുപോലെ തന്നെ ദുഃഖങ്ങളും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ കുറെ ശീലങ്ങൾ മാറ്റിയാൽ കുറെയൊക്കെ മാറും. അതിന് പ്രഭാത ശീലങ്ങൾ ആദ്യം ഏറ്റവും കൂടുതൽ കുറെ 2 ശീലങ്ങൾ മാറ്റിയെടുക്കണം. 3 എണ്ണമാണ്. ഒന്ന് മൊബൈൽ അഡിക്ഷൻ. വലിയൊരു അഡിക്ഷനാണ് മൊബൈൽ. കാരണം എപ്പോഴും ഇങ്ങനെ നമ്മള് പിന്നെ റീലുകൾ കണ്ടുകൊണ്ടിരിക്കും. അത് ഫേസ്ബുക്കിൽ ഒരു കാര്യമില്ലെങ്കിലും റീല് കാണും, അത് ആസ്വദിക്കും, അടുത്ത റീല് കാണും, ഇങ്ങനെ വിട്ടിട്ടിരിക്കും. അപ്പൊ അതിന് ചെയ്യേണ്ടത്, നമ്മൾ ഈ പ്ലാനും ഇറ്റും വർക്കിറ്റും ഒക്കെ വരുമ്പോഴും എൻട്രോപ്പി വരും, മടി വരും. ജോലി ചെയ്യുമ്പോഴാണ് മടി വരുന്നത്, ബാക്കിയെല്ലാം എളുപ്പമായിരിക്കും. ജോലി ചെയ്യാനും പ്ലാൻ ചെയ്തതനുസരിച്ച് ജോലി ചെയ്യുമ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടി വരും, ആ എൻട്രോപ്പി കയറി വരും. ആ എൻട്രോപ്പി കയറി വരുമ്പോൾ 2 കാര്യമാണ്. ഒന്ന്, നമ്മള് ഒരു തിയറി പറയുന്നത് കുറേശ്ശെ ചെയ്യണം. ഒന്ന് പറയുന്നത് നമ്മള് 5-5 മിനിറ്റ് വീതം. അപ്പൊ രാവിലെ 4 മണിക്ക് എഴുന്നേക്കണമെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ 4 മണിക്ക് എഴുന്നേക്കാൻ പാടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം 7 മണിക്ക് എഴുന്നേക്കുന്നതിന് 5 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ് നേരത്തെ അലാറം വെക്കണം. അപ്പൊ 5 മിനിറ്റ് നേരത്തെ എഴുന്നേക്കും. അടുത്ത നിമിഷം അടുത്ത ദിവസം ഒരു 5 മിനിറ്റ് കൂടെ പുറകോട്ട് അലാറം വെക്കണം. അങ്ങനെ ദിവസം വെച്ച് അങ്ങനെ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യസമയത്ത് എഴുന്നേക്കാൻ പറ്റും. അപ്പൊ ആ ശരീരവും നമ്മുടെ ഇതും പിന്നെ ബോധ മനസ്സും ഒക്കെ അത് ഉൾക്കൊള്ളും എന്നാണ് ഒരു തിയറി പറയുന്നത്. അപ്പൊ അടുത്ത തിയറി പറയുന്നത് അതായത് അതിന് പല ഖണ്ഡങ്ങളായിട്ട് വിഭജിക്കണം. നമുക്ക് 3 മണിക്കൂറുള്ള ഒരു പാഠപുസ്തകം ഉണ്ടെങ്കിൽ, അത് പഠിക്കാനുള്ള 3 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് 25 മിനിറ്റിന്റെ ഓരോ ഖണ്ഡമായിട്ട് ഇരിക്കണമെന്ന് പറയുന്നത്. അപ്പൊ 25 മിനിറ്റിന്റെ 25 മിനിറ്റ് ആ വർക്ക് ചെയ്യണം. പഠിക്കാനാണെങ്കിൽ 25 മിനിറ്റ് പഠിക്കണം. അതല്ല ജോലി ചെയ്യാനാണെങ്കിൽ ആ 25 മിനിറ്റ് ചെയ്യണം. എന്നിട്ട് 5 മിനിറ്റ് എഴുന്നേറ്റ് ഒരു എക്സർസൈസ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് നടന്ന് മറ്റേ ഒരു പാട്ട് കേട്ട് ഇച്ചിരി വെള്ളം കുടിച്ച് ചായ കുടിച്ച് ഇങ്ങനെ 5 മിനിറ്റ് നിങ്ങൾക്ക് എന്റർടൈൻമെന്റും 25 മിനിറ്റ് പഠിത്തവും ഇല്ലെങ്കിൽ ആ വർക്കും ആയിട്ടും അങ്ങനെ 3 മണിക്കൂറിന്റെ സമയത്ത് 25 മിനിറ്റ് ആയിട്ട് തിരിക്കുകയും ആ ഓരോ ഇതിനും 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുകയും വേണം. എന്നിട്ട് 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് കൊടുക്കും. ആ അരമണിക്കൂർ റെസ്റ്റ് സമയത്തേക്ക് ആഹാരം കഴിക്കാം, ഭക്ഷണം കഴിക്കാം, പാട്ട് കേൾക്കാം, നടക്കാം, കൂടാം, നിങ്ങളുടെ ബാത്റൂമിൽ പോവാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് 25 മിനിറ്റും ഉള്ള ഓരോ ഖണ്ഡങ്ങളായി തിരിക്കുക. പിന്നെ 3 മണിക്കൂർ കഴിയുമ്പോൾ ഈ 25 മിനിറ്റുള്ള 6 ഖണ്ഡം വരുമ്പോൾ 3 മണിക്കൂറായി. 25 മിനിറ്റ് ചെയ്യുക, 5 മിനിറ്റ് വിശ്രമിക്കുക. അങ്ങനെ ഒരു 6 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് 3 മണിക്കൂറായി. 3 മണിക്കൂർ കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ മുതൽ ഒരു 3/4 മണിക്കൂർ വരെ നിങ്ങൾക്ക് വിശ്രമിക്കാം. ആ സമയത്ത് പാട്ട് കേൾക്കാം, ആഹാരം കഴിക്കാം, ലഘുഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാം, ബാക്കിയുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. വീണ്ടും നിങ്ങൾ ഫ്രഷ് ആയിട്ട് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് വന്നിട്ട് വീണ്ടും ഈ 25 നിലയിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പഠിത്തം ശരിയാവും, ജോലി ശരിയാവും എന്നാണ് ഒരു തിയറി പറയുന്നത്. ആറ്റോമിക് ഹാബിറ്റിനകത്തുള്ളതാണ്. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംശയം നിങ്ങളൊന്ന് പറഞ്ഞു പോകും. ഈ ആരെങ്കിലുമൊക്കെ ഈ പഠിപ്പിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലേ കാര്യമുള്ളൂ. ജാസ്മി, അശ്വനി ഉണ്ടോ? അശ്വനിക്ക് വരെ മനസ്സിലായോ? അശ്വനി അങ്ങനെ എല്ലാം ഓഫ് ചെയ്ത് വെച്ച് ക്യാമറ ഒക്കെ ഓഫ് വെച്ചിട്ടിരിക്കുകയാണല്ലേ? ഉറക്കമാണോ അശ്വനി? പറഞ്ഞോളൂ. അശ്വനി, എനിക്ക് മനസ്സിലായോ?
ഞാൻ ഇന്ന് പഠിപ്പിച്ചത് എന്തൊക്കെയാണ് അശ്വിനി എന്ന് പറ. അശ്വിനി വന്നപ്പം മുതലുള്ള അശ്വിനി ആദ്യം മുതലേ ഉണ്ടായിരുന്നു, പറഞ്ഞോളൂ. കേട്ടാൽ മാത്രം പോരാട്ടോ, നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കണേ. അതനുസരിച്ച് നമ്മൾ എഴുതി വെച്ച് ശ്രദ്ധിച്ച്. അടുത്ത ആള് ഞാൻ ഈ പറഞ്ഞാല് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, ഞാനിപ്പോ നിങ്ങൾ മൊത്തം ചോദിക്കുന്നില്ല, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഷബ്നാദ് ഉണ്ടല്ലോ, ഷബ്നാദിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം. ഞാൻ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും. ഷബ്നാദ് ആദ്യം മുതൽ ഉണ്ടായിരുന്നു. ഞാൻ ഷബ്നാദിന്റെ കാര്യം ഇടയ്ക്ക് വിട്ടുപോയതാണ്. മറ്റേ ഞാൻ ഷബ്നാദിന്റെ ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇന്ന് പഠിപ്പിച്ച ഞാൻ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. സാറേ ഇതില് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മള് വിഷ്വലൈസ് ചെയ്യുന്ന കാര്യമുണ്ടല്ലോ. എനിക്ക് എന്റെ പ്രാക്ടിക്കലായിട്ട് എന്റെ ലൈഫിൽ അത് വളരെയധികം അഫക്ട് ചെയ്തിട്ടുണ്ട് വിഷ്വലൈസേഷൻ. ഞാൻ താങ്കളുടെ മുമ്പ് അതെ, ഞാൻ പ്രൊഫഷന്റെ ഇത് പറഞ്ഞില്ലായിരുന്നോ മുമ്പ്? അതെ. അത് നമ്മൾ ആ പ്രൊഫഷനിൽ നിന്നിട്ട് അതിന് കൂടി ഒരു ലെവൽ 6 കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനത് നാട്ടിൽ നല്ലപോലെ അഫേം ചെയ്തു. പിന്നെ വിഷ്വലൈസ് ചെയ്തു. ഇവിടെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതായിട്ടും ഇപ്പൊ അതില് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല സാറേ ഇതിനെപ്പറ്റി, ലോ ഓഫ് അട്രാക്ഷനെ പറ്റി. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ എനിക്കിനി പറയാനുള്ളത്, നിങ്ങള് മൊബൈൽ അഡിക്ഷൻ മാറ്റണം. പലർക്കും തടസ്സമായിട്ട് വരുന്ന അഡിക്ഷൻ എന്തായാലും മാറ്റും. ചിലർക്ക് വെള്ളമടിയായിരിക്കും, ചിലർക്ക് മൊബൈലായിരിക്കും. പ്രധാനമായിട്ട് പലർക്കും മൊബൈൽ അഡിക്ഷൻ മാറണം. അപ്പൊ അതിന് എളുപ്പ മാർഗമുണ്ട്. അതായത് നമ്മള് പിന്നെ ഒരു സമയം നമ്മൾ എഴുതി വെക്കണം. കാരണം നമ്മൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഉപയോഗിക്കാത്തവൻ മറ്റേ 19ാം നൂറ്റാണ്ടിൽ ജനിച്ചവർ പോലെ ആയിപ്പോകും. അതുകൊണ്ട് നമുക്ക് മൊബൈൽ അത്യാവശ്യമാണ്, മൊബൈൽ ഉപയോഗിക്കണം, പക്ഷെ അതിന് ലിമിറ്റ് ചെയ്യണം. അപ്പൊ മൊബൈൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അവർ എഴുതി വെക്കണം. അതായത് ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈൽ നോക്കത്തില്ല. അപ്പൊ ഒരു 6 മണി ഇല്ലെങ്കിൽ ഒരു സമയം, നിങ്ങൾക്ക് പറ്റിയ ഒരു സമയം, നിങ്ങളുടെ ജോലിയെ കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന. കാരണം എല്ലാവർക്കും ഒരേപോലെ അല്ല, ഓരോരുത്തർക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് ഒരു ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ വാട്സാപ്പ് നോക്കും. എന്നിട്ട് ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വിളിക്കും. അപ്പൊ അത് ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾ അതിന് നീക്കില്ല. പിന്നെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ഇപ്പൊ യൂട്യൂബ് വീഡിയോ കാണാൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ അർജന്റായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ നോക്കാൻ, ഇതിനൊക്കെ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുക. ആ ടൈം ഷെഡ്യൂൾ ഒരുപാട് സമയം ആവരുത്. ആദ്യം ഒറ്റയടിക്ക് ഇത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം പിന്നെ 24 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് ഒരു 5-6 തവണ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് വെച്ച് മാറ്റി വയ്ക്കാം ഫേസ്ബുക്ക് നോക്കാനൊക്കെ. പിന്നെ അത് കുറച്ച് വന്നിട്ട് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്ന് 3 നേരമാക്കി ചുരുക്കണം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. അത് ആദ്യം അങ്ങനെ പറ്റത്തില്ല, പക്ഷെ കുറേശ്ശെ ആദ്യം ചിലപ്പം ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് വെക്കേണ്ടി വരും. കാരണം അത് മൊബൈൽ അങ്ങനെ അത്രയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളെ പിള്ളേരെ പോലെ, ഇല്ലെങ്കിൽ നമ്മള് പിന്നെ ആഹാരം പോലെയൊക്കെ നമ്മളുമായിട്ട് വളരെ ബന്ധപ്പെട്ട സംഗതിയായിട്ട് ഒറ്റയടിക്കൊന്നും നിങ്ങൾക്ക് മൊബൈൽ അഡിക്ഷൻ മാറ്റാൻ ഒക്കത്തില്ല. ആദ്യം ഒരു ടൈം വെച്ചിട്ട് അത് ചിലപ്പോൾ ഒരു 7-8 പ്രാവശ്യം വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന്റെ എണ്ണം കുറച്ച് കൊണ്ടുവന്ന് 3 നേരം മാത്രം മൊബൈൽ കണ്ടിട്ട് ബാക്കി സമയം ക്രിയാത്മകമായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ചെയ്യുക. ഈ 3 നേരം നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ കാണാം, ഫേസ്ബുക്ക് കാണാം, നിങ്ങളെ അങ്ങോട്ട് വിളിക്കേണ്ടവരെ വിളിക്കാം, ഇങ്ങോട്ട് വിളിച്ച് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മിസ്ഡ് കോള് അവരെയൊക്കെ ചെയ്യാം. ഇത് മൊബൈല് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യണം, വെക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വലിയ കാര്യമായിട്ട് ചെയ്യും, അപ്പൊ നമ്മൾ ഓടി വരും. അതുകൊണ്ട് മൊബൈൽ ഓൺ ചെയ്തിട്ട് വെക്കരുത്, ഓഫ് ചെയ്യണം. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വെച്ചാൽ പിന്നെ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ വേറെ പ്രശ്നം എന്ന് പറയാം, നമ്മുടെ മനസ്സ് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടോ നോക്കട്ടെ, മിസ്ഡ് കാൾ ഉണ്ടോ എന്ന് നോക്കട്ടെ, നമ്മുടെ മൈൻഡ് അങ്ങോട്ട് പോകും. അതുകൊണ്ട് അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ സമയം നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കണം, ടൈം ടേബിൾ വെക്കണം, മൊബൈൽ കാണാൻ. ആ സമയം വരുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് കാണുക. നിങ്ങൾ വിളിക്കേണ്ടത് വിളിക്കുക, കാണേണ്ടത് കാണുക. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ആ ഒരു ശീലം, ഹാബിറ്റ് മാറിയാലേ നമ്മുടെ ജീവിതത്തിൽ വിജയം വരും. ഒരുപാട് പ്രശ്നങ്ങൾ മാറുകയും ചെയ്തു. അതുപോലെ പ്രഭാതശീലം, മിനിമം 3 മണിക്ക് എഴുന്നേൽക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ 4-4:30, 5 മണിക്ക് മുമ്പെങ്കിലും എഴുന്നേൽക്കാൻ പഠിക്കണം. അതിന് ഈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇന്ന് നമ്മളിപ്പോഴേ എഴുന്നേൽക്കുന്നത് അതിനേക്കാൾ 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുന്ന രീതി അലാറം വയ്ക്കണം. അങ്ങനെ 2 ദിവസം 3 ദിവസം
വരുമ്പോൾ അത് അവലോകനം ചെയ്ത് വീണ്ടും 5 മിനിറ്റ് കുറച്ച് കൊണ്ടുവന്ന് ഒരു 4 മണി മുതൽ 5 മണി വരെ ഉള്ള സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുന്നേൽക്കാനുള്ളൊരു ഇതാവും. കുറഞ്ഞൊരു 5 മണി കഴിഞ്ഞിട്ട് 5 മണിക്ക് മുമ്പ് തന്നെ എങ്കിലും എഴുന്നേക്കോ, അല്ലെങ്കിൽ 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുന്ന ഒരു ശീലം ഉണ്ടാകും. കാരണം അങ്ങനെ വന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറ്റുന്നെങ്കിൽ കുളിക്കുക, പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ഇച്ചിരി എക്സർസൈസ് ഒക്കെ ചെയ്ത് നടക്കാനുള്ളവർക്ക് നടന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെ ഒരു പ്രഭാത ശീലം ഉണ്ടെങ്കിൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ബുക്കിൽ എഴുതി വെക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതാണ് ജേർണലിംഗ് എന്ന് പറഞ്ഞ ഒരു സംഗതി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത സംഗതികൾ എന്തൊക്കെ പരാജയം പറ്റി, ആ പരാജയം പറ്റിയത് നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് അതിൽ എന്തൊക്കെ ഇന്ന് ചെയ്യാൻ പറ്റും എന്ന് നോട്ട് ചെയ്യുക. ഇന്ന് ചെയ്യേണ്ട പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ബുക്കിൽ എഴുതുക, ജേർണലിംഗ് എഴുതുക. അങ്ങനെ ജേർണലിംഗ് ചെയ്തിട്ട് ആ ജേർണലിംഗ് അനുസരിച്ച് അന്നത്തെ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ടാണ് വൈകുന്നേരം രാത്രി വരുന്ന കിടക്കുന്നതിന് മുമ്പായിട്ട് അന്ന് നമ്മൾ ജേർണലിംഗ് എഴുതിയ സംഗതികൾ ഏതൊക്കെ പ്രായോഗികമാക്കിയിട്ടുണ്ട്, ഏതൊക്കെ പ്രായോഗികമാക്കിയില്ല, പ്രായോഗികമാക്കാത്തതിന്റെ കാര്യം എന്താണ്, അതെങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ ഒരു കുറിപ്പ് എഴുതണം. എന്നിട്ട് നാളെ എന്തൊക്കെ ചെയ്യണം, ഇന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നാളെ അത് നടപ്പാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നോട്ട് കുറിക്കണം. ഒരു പിറ്റേ ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആ ജേർണലിംഗ് പരിശോധിച്ചിട്ട് അതിന് ഒരു പരിഹാരം അന്ന് കാണാൻ പറ്റുന്ന അന്ന് കാണണം. ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാണാൻ ഒരാൾ പറഞ്ഞതെങ്കിൽ അന്നത്തെ ദിവസം നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു പ്രഭാത ശീലവും പിന്നെ രാത്രി ശീലവും ഉണ്ടാക്കിയെടുക്കണം. പ്രഭാതത്തില് നമ്മൾ സ്വയം നമ്മളോട് ഒരു ഐ ആം ബെസ്റ്റ് നമ്മൾ സ്വയം പറയണം. ഞാൻ ബെസ്റ്റ് ആണ്, ഞാൻ മിടുക്കനാണ്, എനിക്കത് കഴിയും, ഞാൻ ഇന്ന് ഈ എഴുതി വെച്ച കാര്യങ്ങൾ ചെയ്യും എന്ന് നമ്മൾ ഇച്ചിരി ശക്തിയായിട്ട് തന്നെ അഫയം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശക്തിയായിട്ട് നമ്മൾ ഉറക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഇടയ്ക്കൊന്ന് കൈയൊക്കെ ഇങ്ങനെ അടിക്കുന്നത് നമുക്കൊരു ബോധ്യമൊക്കെ. രാത്രി കിടക്കാൻ നേരത്തും ദൈവത്തിനോട് നന്ദി പറയുക. ഞാൻ ഇന്ന് ഇതൊക്കെ ചെയ്ത ദൈവത്തോട് നന്ദി പറയുക. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് രാവിലെയും നന്ദി പറയാം. എനിക്ക് ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്നെന്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കണമെന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അന്ന് ചെയ്ത നല്ല കാര്യങ്ങൾക്കും ദോഷകാര്യങ്ങൾക്കും ഒക്കെ നന്ദി പറയാം. ദോഷകാര്യങ്ങൾക്ക് നന്ദി പറയണം. കാരണം അങ്ങനെ ദോഷം ചിലപ്പോൾ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും വരുന്നത്. ചില കാര്യങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. ചിലപ്പോൾ നമുക്ക് ആ കാര്യം സഹായിച്ചു തന്നാൽ ചിലപ്പോൾ നമുക്ക് ദ്രോഹം വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അന്ന് അതൊന്നും ഇല്ലാതെ പോകുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയ നല്ല കാര്യത്തിനും മോശം കാര്യത്തിനും ഒക്കെ നന്ദി ദൈവത്തോട് പറയുക. ദൈവത്തെ വിശ്വാസമില്ലാത്തൊരു പ്രപഞ്ചശക്തിയോട് പറയുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ബെറ്ററാണ്, ഞാൻ ഇന്നലത്തെക്കാൾ ഞാൻ ഇന്ന് വളർന്നു. അങ്ങനെ നമ്മൾ സ്വയം പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇതാക്കുക. പിന്നെ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഒരു ദിവസം കൊണ്ട് ബെറ്റർ ആവാൻ ശ്രമിക്കരുത്. ഇന്നലത്തെക്കാൾ ബെറ്ററായ ഒരു ഞാനാണ് ഇന്ന് വേണ്ടത്. ഇപ്പൊ എഴുതുക, അതിനാണ് ജേർണൽ. ഇന്നലത്തെക്കാൾ ഞാൻ ഇന്നെത്ര മാത്രം ഞാൻ മാറി എന്ന് നിങ്ങൾ എഴുതിയെടുത്ത് വേറെ ആൾക്കാരെ ബോധ്യപ്പെടുത്താതെ നിങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇന്നലത്തെ എന്നേക്കാൾ ഇന്നത്തെ ഞാൻ എത്രത്തോളം ബെറ്ററായി, ഏതൊക്കെ കാര്യത്തിൽ ബെറ്ററായി, ഏതൊക്കെ കാര്യത്തിന് ബെറ്റർ ഉണ്ടാവണം. നാളെ ഇന്നത്തെക്കാൾ നാളെ ആകണം, ഇന്നലത്തെക്കാൾ ഇന്നാകണം, ഇന്നത്തെക്കാൾ നാളെ ആകണം. അത് ഒരു പോയിന്റെങ്കിലും ബെറ്റർ ആകണം. ഒരുപാടൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഒരു പോയിന്റ് ഒരു ദിവസം ചെയ്താൽ 100 ദിവസം കൊണ്ട് നിങ്ങൾ 100 പോയിന്റ് ആയി. ഒരു ദിവസം ഒരു പോയിന്റ് നിങ്ങൾ ബെറ്റർ ആയാൽ 100 ദിവസം കൊണ്ട് 3 മാസമാണ്. 3 മാസം കൊണ്ട് നിങ്ങൾ ഇരട്ടി ബെറ്റർ ആവും. 100% ബെറ്റർ. പിന്നെ മെഡിറ്റേഷൻ അതൊക്കെ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഞാൻ പറയേണ്ട പല കാര്യങ്ങളും നമ്മുടെ വിന്നർ സിരിയക് സാർ ഡോക്ടർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും മെഡിറ്റേഷനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്കൊരു ബെറ്റർ ആവണം. ഇതുവരെ ക്ലാസ് നമ്മളിവിടെ പഠിപ്പിച്ചു കഴിഞ്ഞ 7 ദിവസം. ഇനി ഇതിന്റെ ഒരു ബെറ്റർ കോഴ്സ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ 10 ദിവസത്തെ ഒരു കോഴ്സ്, അത് 3000. നമ്മളിപ്പം 3 എണ്ണമാണ് നമ്മളിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് 10 ദിവസത്തെ ഒരു കോഴ്സ് ഉണ്ട്, അതിനകത്ത് 3000 രൂപയ്ക്ക് 10 ദിവസം ഒരു കോഴ്സ്. പിന്നെ നമ്മൾ പേഴ്സണൽ മെന്ററിങ് 10000 രൂപ വെച്ച് 1 മാസം. ആ 1 മാസം നമ്മൾ നടത്തുന്ന എല്ലാ കോഴ്സുകൾക്കും ഫ്രീ ആയിട്ട് പങ്കെടുക്കുകയും ചെയ്യാം. 10000 രൂപയുടെ ഒരു കോഴ്സ് ഉണ്ട്. പിന്നെ 25000 രൂപ ട്രെയിനേഴ്സ് ട്രെയിനിങ്. ഇതൊക്കെ ട്രെയിനർ ആവണമെങ്കിൽ അതിന് വേണ്ടിയുള്ള മെറ്റീരിയലുകൾ, ട്രെയിനിങ്, ഇതൊക്കെ അത് 3 മാസത്തെ കോഴ്സാണ്. അതിന് 25000 രൂപയാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് നേരത്തെ ഉള്ളതാണ്.
അത് നിങ്ങളടുത്ത് ഒരിക്കൽ കൂടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇനി നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം ഈ കോഴ്സിനെ കുറിച്ച്, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച്, അവിടുത്തെ നമ്മളെ ഗുണങ്ങളെ കുറിച്ച്, ദോഷങ്ങളെ കുറിച്ചൊക്കെ പറയാം. ഇനി ഇത് എത്രത്തോളം ഇതൊക്കെ ബെറ്റർ ആകണം, നമ്മൾ എത്ര ബെറ്റർ ആകണം, നിങ്ങൾ എത്ര ബെറ്റർ ആകാനുണ്ട്, ആ കാര്യങ്ങൾ സ്വയം വിമർശനത്തോടു കൂടി നമ്മളെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം. ആർക്കെങ്കിലും പറഞ്ഞോളൂ. ജയറാം സാർ, ജയറാം സാർ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ഒരു കുറച്ചുകൂടെ. ഷംനാദെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മുന്നോട്ടൊന്ന് പറയാം. ഒന്നും പറയില്ല. നമ്മള് ഇത് പറയുന്ന പോലെ ഞാൻ 4 സ്പോട്ട് ഓടിപ്പിച്ച പോലെ അതിന്റെ സ്പോട്ടും പിന്നെ ഓപ്പൺ സ്പോട്ടും ഒക്കെ പോലുള്ള ഒരു സംഭവമാണിത്. ശരി, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കൂടുതൽ നീട്ടുന്നില്ല. ഇനി വെറുതെ സമയമൊക്കെ കളയുന്നത് നമുക്ക് അർത്ഥമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം, ഇല്ലേ നമ്മളെ വിളിക്കാം. ഈ കോഴ്സ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നെങ്കിലും നിങ്ങൾ തുടർന്നും നമ്മുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കാം, പേഴ്സണലായിട്ട് ചോദിക്കാം. പിന്നെ ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. അത് കുറച്ച് ദിവസം കൂടി, ഒരു 2 മാസം കൂടി എങ്കിലും ഏറ്റവും കുറഞ്ഞ് ഈ ഗ്രൂപ്പ് നിൽക്കും. എന്നിട്ട് ഈ ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പിൽ, നമ്മുടെ വേറെ ഒരു ഗ്രൂപ്പ് ക്ലാസ് നടക്കുമ്പോൾ അതിന്റെ ഗ്രൂപ്പിൽ അതിന്റെ ഒരു ഇത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ലയിപ്പിച്ച് പുതിയൊരു ഗ്രൂപ്പ് ആകും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഗ്രൂപ്പ് 2 മാസം ഇവിടെ കാണും. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ സംശയങ്ങൾ ചോദിക്കാം. അതോടൊപ്പം തന്നെ പേഴ്സണലായിട്ട് ചോദിക്കും. അപ്പൊ എല്ലാവരും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളൊക്കെയാണ് നമ്മളെ ഇതുപോലുള്ള ക്ലാസ്സുകൾ നടത്താൻ പ്രേരിപ്പിക്കുന്നതും നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ സഹകരണങ്ങളാണ്, നിങ്ങളുടെ താല്പര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രയോജനമാകുന്നത്. പലരും നമ്മൾ പേഴ്സണലായിട്ട് വിളിക്കുന്നവരുണ്ട്, വിളിക്കാത്തവരുണ്ട്. നിങ്ങൾ കൂടുതൽ കുറച്ചുകൂടി പേഴ്സണലായിട്ട് ഒക്കെ വിളിക്കാൻ ശ്രമിക്കുക. നമുക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് നിങ്ങൾ പ്രതികരിക്കും. എല്ലാ സമയത്തും നമ്മൾ ഫ്രീ ആവണമെന്നില്ല. അത് നമുക്ക് പല തിരക്കുണ്ട്. എനിക്കാണെങ്കിൽ ഒരുപാട് തിരക്കാണ്. ഇപ്പം ഇവിടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഞാൻ ഇന്നത് പോയില്ല. അപ്പൊ അത് ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് ചുമതലയുണ്ട്. നമ്മൾ കുറച്ച് സർക്കാരിന്റെ കുറെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. എന്തായാലും എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളെ ജീവിതത്തിലെ അഭിലാഷങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉള്ളൊഴിഞ്ഞ് തന്നെ അത് നിങ്ങൾക്കെല്ലാം നന്മ വരുത്തേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്.